വിശ്വാസിനികളോട് സൂചിപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ജിബ്രീൽ തങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ ബീവിയോട് പറഞ്ഞ ഒരു അനുഭവം ഇൻഷാ അല്ലാഹ് വഴിയെ ചർച്ച ചെയ്യാനുണ്ട്. ഈ ഒരൊറ്റ വിഷയം നമ്മുടെ സംഘാടകരുടെ കാത്തിരിക്കുകയാണ്. كأن الجمع بين الجمال الرائق والكمال الفائق والعصمة البالغة من خواص الملائكة. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ അതിസൗന്ദര്യവും ഒരു സിനയിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകരുത് എന്ന് വിചാരിച്ച് മഹാൻ ചെയ്ത പ്രൊട്ടക്ഷൻ എന്താ യൂസുഫ് നബി ചെയ്തത്? ഓടിയാണ്, അവിടെ ഓടുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാ ചെയ്തത് അല്ലേ? അങ്ങനെ സുലൈഖാ ബീവി പിറകുന്ന് പിടിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം ബാക്കിൽ നിന്ന് കീറി. ഇന്നത്തെ പോലെ വലിയ ബ്രാൻഡ് ഷർട്ടൊന്നുമല്ലല്ലോ ഒന്നിടുക. പിടിച്ചു വലിച്ചപ്പോ കീറി. യൂസുഫ് നബി ചെയ്തത് ഒരു നബിയുടെ പ്രവർത്തനമാണ്. എന്തേ? ഒരു വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ അവസരമുണ്ടാകുമ്പോൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. അതാണ് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കൂടുതൽ കള്ളുപിടിച്ചാലും ഞാൻ കുടിക്കൊന്നുമില്ല, എൻ്റെ കൂടുതലുള്ളവന് വ്യഭിചരിച്ചാലും ഞാൻ അവിടെ പോയി ഇരുന്നാലും ഞാനത് ചെയ്യുന്നില്ല. മുഅ്മിൻ അങ്ങനെയല്ല, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം. എന്തേ? തിന്മയിലേക്കുള്ള ടെൻഡൻസി പിശാച് അങ്ങനെ വലിയ സൗന്ദര്യമുള്ളതായിട്ട് നമ്മുടെ കണ്ണിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊരു കുണ്ടിലേക്ക് കൊണ്ടുപോയി ഇറക്കി നമ്മളൊരു തെമ്മാടിയും വ്യഭിചാരിയുമായി മാറിക്കഴിഞ്ഞാൽ അവനങ്ങ് ഓടും. നീ നിന്നെ തന്നെ ശപിച്ചാൽ മതി, നീ എന്തിനാ ഞാൻ പറഞ്ഞത് കേട്ടത് എന്നാണ് അവൻ പറയുന്നത് അല്ലേ? അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാക്കി തരട്ടെ. നമ്മളൊക്കെ അള്ളാഹു റബ്ബിൻ്റെ സംരക്ഷണത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മുടെ വളണ്ടിയർമാർ സമീപിക്കുന്നുണ്ട്. എല്ലാവരും കഴിയുന്ന വിധത്തിലൊന്ന് സഹായിക്കണം. നമ്മുടെ പ്രഭാഷണം തുടങ്ങിയിട്ടിപ്പോൾ 1 മണിക്കൂറും 2 മിനിറ്റുമായി. ഞാൻ തുടങ്ങിയതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് 12 മണിയൊക്കെ നിർത്തും ചെയ്യും. 1 മണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ് മാക്സിമം 1 മണിക്കൂറും 10 മിനിറ്റും കൂടെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തിരക്കിലല്ലോ പോയിക്കോളെ. ഇൻഷാ അല്ലാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി ഒന്ന് 2-3 തവണ ഒന്ന് കുടഞ്ഞു വെച്ചാലേ ഒരു നല്ല റാഹത്തുണ്ടാവും. കാലൊക്കെ ഒന്ന് കൂട്ടത്തിലാ പേഴ്സ് എടുത്തോളേ. ഇപ്പോൾ വരുന്നുണ്ട് നമ്മളെ സംഘാടകർ. ഇരുന്നിട്ട് എടുക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. നല്ല കാര്യമായൊരു സഹായം, ഒരു സ്വതക്ക ഇൽമിൻ്റെ മജ്ലിസാണ്, കൊടുത്തേക്കണേ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് സഹായിക്കണേ. നമുക്ക് ഇവിടെ ഒരു ബ്രോഷർ പ്രകാശനം ഇവിടെ നടന്നു. MIC ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. നമുക്കറിയാം ഇത് ചട്ടഞ്ചാലിലാണ്. നമ്മുടെ അടുത്ത് വലിയ ദൂരമൊന്നുമില്ല. നമ്മുടെ ഈ ചുരം ഇറങ്ങി കയറേണ്ട പണിയേ ഉള്ളൂ. ചട്ടഞ്ചാൽ ഇനി പുതിയ റോഡൊക്കെ വന്നാൽ അതിൽ ഫാസ്റ്റായിട്ട് എത്തുകയും ചെയ്യും. ചട്ടഞ്ചാൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് MIC മഹാനായ മർഹൂം ഷഹീദുൽ ഉമ്മ എന്ന് പറയുന്ന മഹാനായ CM ഉസ്താദിൻ്റെ ചെമ്പരിക്ക ഖാദി അവറുകളുടെ അധ്വാനവും വിയർപ്പും കഠിനാധ്വാനവുമാണ് എന്നാണ് നമ്മൾ പറയുക. ആ ഒരു തിരുമുറ്റത്ത് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തന്നെ MIC ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, നമ്മുടെ ഹുദവി സുഹൃത്തുക്കൾ ഇമാദ് എന്ന് പറയുന്ന അവരുടെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഇപ്പോൾ ആ സ്ഥാപനം ഏറ്റെടുത്ത് പുതുതായി പുതിയ ഒരു ഗവേണിംഗ് ബോഡിയെ വെച്ച് ഒരു കരിക്കുലം ഫ്രെയിം ചെയ്ത് നല്ല ഒരു ടീം വർക്കോടുകൂടെ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ KG1 KG2 മുതൽ 7ാം ക്ലാസ് വരെയും +1 മുതലും ഉള്ള +1ലേക്കുമുള്ള അഡ്മിഷൻ അവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബ്രോഷറാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. നിങ്ങളൊക്കെ മാഹിനാബാദിലുള്ള ചട്ടഞ്ചാലിലുള്ള നമ്മുടെ MIC എന്ന നമ്മുടെ സ്ഥാപനം മഹാനായ CM ഉസ്താദിൻ്റെ
ഒരു കയ്യൊപ്പാണത്. ഉസ്താദ് ഇൽമിന് വേണ്ടി ചെയ്തു വെച്ച കാസർഗോഡ് ജില്ലക്ക് നൽകിയ വലിയ ഒരു പ്രഭയാണത്. അത് കെടാതെ അതിൻ്റെ പ്രഭയെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന വിധം നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അവിടെ നമ്മുടെ വിദ്യാർത്ഥിനികൾ, കൊച്ചുമക്കൾ മുതൽ +1 +2 വരെയുള്ള ക്ലാസ്സുകൾ അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ, അതോടൊപ്പം മദ്രസ പഠനവും കുട്ടികൾക്ക് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു സംരംഭവുമായി സഹകരിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ല മലക്കുൻ കരീം. അലിമീങ്ങൾ പറയുന്നൊരു അത്ഭുതമുണ്ട്. ഒരു മനുഷ്യൻ ജീവിതകാലം തൻ്റെ സൗന്ദര്യം അല്ലാഹുവിന് വേണ്ടി സംരക്ഷിച്ചാൽ, അന്നഹു മാ മിൻ ജമാലിൻ ഹഫിളഹു സാഹിബു, സൗന്ദര്യമുണ്ടാകുമ്പോൾ യുവാക്കളെ, യുവതികളെ, യൗവനം കഴിഞ്ഞാൽ ആ സൗന്ദര്യം പോകും. ഇത് ടെമ്പററിയാണ്. അള്ളാഹു കുറച്ച് കാലത്തേക്ക് നൽകുന്ന സാധന. അത് കഴിഞ്ഞാൽ ആ യൗവനം അങ്ങ് തീർന്നു പോകും, പിന്നെ കുഴഞ്ഞു പോകും, പിന്നെ തളരാണ്, പിന്നെ അങ്ങ് മരിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന വന്യവയോധികരെന്ന് നമ്മുടെ കാരണവന്മാരെന്ന് പറയുന്നത് ഒരു കാലത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരുന്നു. അത് ഓടി നടന്നിരുന്ന ആളുകളാണ്. പക്ഷേ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കുമ്പോൾ ശരീരത്തിന് ചില ദുർബലതയും അവശതയും വന്നു ചേരുന്നു. അത്രയേ ഉള്ളത്. അവരൊക്കെ ചെറുപ്പക്കാരാണ്. ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കണം, അള്ളാഹു ആയുസ് തരികയാണെങ്കിൽ നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ളവരാണ്. അതുകൊണ്ട് മൻ ഹഫിള മാ മിൻ ജമാലിൻ ഹഫിളഹു സാഹിബുഹു, ഹദീസല്ല, മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശകലനമാണ്. ഏതെങ്കിലും ഒരാൾ തൻ്റെ സൗന്ദര്യം സൂക്ഷിക്കുകയും വസാനഹു ബിത്തഖ്വ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ സൗന്ദര്യത്തെ സംരക്ഷിക്കുകയും ചെയ്താൽ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നമ്മുടെ വേഷവിധാനത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മൾ ചെത്തിപ്പൊളിച്ച് നടക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, നമ്മുടെ ഈ സൗന്ദര്യവും ശരീരത്തിൻ്റെ അഴകും ഒരാൾക്കും ഫിത്നയാവാതെ സൂക്ഷിച്ചാൽ, ഇല്ലസ്ദാദ ബഹാഉഹു വദിയാഉഹു കുല്ലമാ തുഇന സാഹിബുഹു ഫിസ്സിൻ, വയസ്സ് കൂടുന്തോറും ആ സൗന്ദര്യത്തിന് പ്രഭയും ഭംഗിയും കൂടിക്കൊണ്ടിരിക്കും. ഇതൊരു ഖാഇദയാണ്. ചിലതൊക്കെ പ്രകൃതി നിയമങ്ങളെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രകൃതി നിയമമാണിത്. സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ, സൗന്ദര്യമുള്ള ആണുങ്ങൾ, അവരുടെ സൗന്ദര്യം അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു സ്ഥാനക്കുറവോ അതുമില്ല. അത് അവർക്ക് അങ്ങനെയാണ് പരീക്ഷണം. സൗന്ദര്യമുള്ളവർക്ക് സൗന്ദര്യം കൊണ്ടാണ് പരീക്ഷണം. ആ സൗന്ദര്യവും അഴകും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിച്ചാൽ വയസ്സാകുന്തോറും നിങ്ങളുടെ മുഖത്ത് പ്രകാശം വർദ്ധിച്ചു കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. വമാ മിൻ ജമാലിൻ അറളഹു സാഹിബുഹു അറളഹു സാഹിബുഹു ലിത്തുഹം, തെറ്റുകൾ സംഭവിക്കുന്ന ഇടങ്ങളിലേക്ക് ആ സൗന്ദര്യത്തെ കൊണ്ടുപോയാൽ, പ്രദർശിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ, ഞാൻ ചൊറുക്കുള്ളോളാ, എന്നെ കണ്ടോളൂ, എൻ്റെ സ്ലാങ്, എൻ്റെ സംസാരം, എൻ്റെ പ്രകടനം, എൻ്റെ ഡാൻസ്, ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടോളൂ, എന്നെ ലൈക്ക് ചെയ്യണം, എന്നെ പ്രൊമോട്ട് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ, ഇല്ല ആദ ഖുബ്ഹൻ വ ഇജ്റാമൻ ഫിൽ കിബർ, പ്രായം വർദ്ധിക്കുന്തോറും ആ സൗന്ദര്യം ഇല്ലാതെയായി പ്രഭമങ്ങി, ആ സൗന്ദര്യത്തിന് പകരം ഖുബ്ഹൻ, അത് ഏറ്റവും മോശമായൊരു അഗ്ലി ഫേസിലേക്ക് അവരുടെ ഫേസ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അല്ലാമത്തുൽ അസ്സി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അറിയപ്പെടുന്ന മഹാനാണ്. അദ്ദേഹത്തിൻ്റെ മകനും വലിയ ആലിമാണ്. ഇവരൊക്കെ വിഷയം ചർച്ച ചെയ്തത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, മൻ ആതാഹുല്ലാഹു വജ്ഹൻ ഹസന, ആർക്കെങ്കിലും അല്ലാഹു സൗന്ദര്യമുള്ള മുഖം നൽകിയാൽ, വസ്മൻ ഹസനൻ, നല്ല ഒരു പേരും നൽകിയാൽ, ഫാത്തിമ നല്ല പേരാ, അത് പിടിച്ച് പാത്തു എന്നാക്കണ്ട, അത് ഫാത്തിമന്നെ ആയിക്കോട്ടെ, അത് പാത്തുട്ടിയാക്കണ്ട, അത് ഫാത്തിമ കുട്ടി എന്ന് വേണമെങ്കിൽ കുട്ടിയാകുമ്പോൾ അങ്ങനെ പറയൂലേ എന്നല്ലാതെ നല്ല പേരുകൾ നല്ലതായിട്ട് തന്നെ. അബ്ദുറഹ്മാൻ, ഇത് അന്തർമാൻ ആക്കണ്ട, അത് അബ്ദുറഹ്മാൻ തന്നെ ആക്കി. ഇബ്രാഹിം വിളിച്ച് മുമ്പായിച്ചാക്കണ്ട, കുണിയ മുമ്പായിച്ച ഇവിടെ ഉണ്ടായിരുന്നല്ല ഇവിടെ.
അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ തന്നെ കുണിയ ഉമ്പാച്ചൻ്റെ വണ്ടിയിലും ഉമ്പാച്ച വണ്ടി ഇരിക്കുന്നുണ്ട്, പെൻസിലിരിക്കുന്നുണ്ട്. മാഷാ അല്ലാ, നമ്മുടെ വലിയ സുഹൃത്താണ്. അപ്പോൾ ഈ പേരുകളുണ്ടല്ലോ, അബ്ദുള്ള നമ്മൾ അന്തുച്ചാക്കും അല്ലേ, പിന്നെന്താ അബ്ദുള്ള ഔലാക്കാക്കും. സുബ്ഹാനല്ലാഹ്, അന്തുച്ചനെ അധികം ആക്കല്ലേ, അബ്ദുള്ള നമ്മൾ അന്തുച്ചാക്കും. യാ അല്ലാ. വസ്മൻ ഹസനൻ, എത്ര നല്ല പേരാണത്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഇബ്രാഹിം, നല്ല നല്ല പേരല്ലേ. അങ്ങനെ ഒരു പേരും നല്ല മുഖവും ഒരാൾക്കുണ്ടെങ്കിൽ വജഅലഹുല്ലാഹു ഫീ മൗദിഇൻ ഗൈരി ശാഇനിൻ, മോശപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് പോകാതെ അവരുടെ അഭിമാനം അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്താൽ, അങ്ങനെ സൗന്ദര്യമുണ്ട്, നല്ല പേരുമാണ്, തെറ്റുകളിലേക്കൊന്നും പോകുന്ന ആളല്ല, തിന്മയിലേക്ക് പോകുന്ന ആളല്ല. ഫഹുവ മിൻ സഫവത്തില്ലാഹി മിൻ ഖൽഖിഹി, അവർ അല്ലാഹുവിൻ്റെ തെരഞ്ഞെടുത്ത സൃഷ്ടികളാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഹദീസ്. അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. നിങ്ങളുടെ മുഖം എന്ത് ചെയ്യരുത്, അത് ആളുകളെ തിന്മയിലേക്ക് വശീകരിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റരുത്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ആരുടെയും മുഖമോ ചൊറുക്കോ തൊലിയുടെ നിറമോ ആരും അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതല്ല, അല്ലാഹു അവർക്കായിട്ട് കൊടുത്തതാണ് അല്ലേ. ആർക്കും അതിൻ്റെ പവർ പറയാൻ പറ്റൂല. നീ സൗന്ദര്യം എന്ത്, നിനക്ക് എത്ര പവർ, നീ കൊണ്ടുവന്നതാണോ, അത് നിനക്ക് കിട്ടിയതല്ലേ. സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചു വല്ല കുറവുണ്ടോ, അതുമില്ല, അത് അല്ലാഹു നൽകിയതാ. അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണേ. മൻ ആതാഹുല്ലാഹു വജ്ഹൻ ഹസനൻ വസ്മൻ ഹസനൻ വജഅലഹുല്ലാഹു ഫീ മൗദിഇൻ ഗൈരി ശാഇൻ, തിന്മയിലേക്ക് പോകാതിരിക്കുകയും നല്ല പേരും നല്ല മുഖവും അല്ലാഹു നൽകിയാൽ ഫഹുവ മിൻ സഫവത്തില്ലാഹി മിൻ ഖൽഖിഹി, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ അല്ലാഹ് തെരഞ്ഞെടുത്ത ആളുകളിൽ പെട്ടവരാണവർ. എലീറ്റ്സ്, സഫവത്താണവർ. യാ അല്ലാഹ്. മഹാനായ അബൂ നഈമുൽ ഇസ്ഫഹാനി തങ്ങൾ അവരുടെ ഹില്യത്തുൽ ഔലിയായിൽ മഹാനായ ഔൻ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനവറുകളുടെ ഒരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. മൻ കാന ദാ സൂറത്തിൻ ഹസനത്തിൻ ഫീ മൗദിഇൻ ലാ യശീനു, തിന്മയിലേക്ക് പോകാത്ത, തിന്മ ചെയ്യാത്ത, മയക്കുമരുന്നിലേക്കോ ലഹരിയിലേക്കോ വ്യഭിചാരത്തിലേക്കോ പെണ്ണുങ്ങളുടെ പിന്നാലെയോ നടക്കാത്തൊരു ചെറുപ്പക്കാരൻ, അതുപോലത്തെ ഒരു പെണ്ണും, തിന്മയിലേക്ക് പോകാത്ത പെണ്ണ്, നല്ല മുഖസൗന്ദര്യമുണ്ട്, അവൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങിയാൽ ഇഷ്ടം പോലെ ഫോളോവേഴ്സിനെ കിട്ടും. പക്ഷെ അവരത് ചെയ്തില്ല. എന്തേ? ഇത് ഞാൻ നാട്ടുകാർക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ള, വിൽക്കാനുള്ളതല്ലല്ലോ, എനിക്കത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ആണോ ഒരു പെണ്ണോ, അല്ലാഹു അവർക്ക് ജീവിക്കാനുള്ള വഴി നൽകുകയും സമ്പത്ത് നൽകുകയും ചെയ്തു. എന്നിട്ടവർ വിനയത്തോടെ ജീവിച്ചാൽ, അഹങ്കാരം കാണിക്കാതെ, ഞാൻ വലിയ ആളാണെന്ന തോന്നലില്ലാതെ സൗമ്യരായി ജീവിച്ചാൽ, എന്താണെന്നറിയോ, പൈസ കിട്ടിയിട്ട് വിനയം കാണിക്കുക എന്ന് പറഞ്ഞ സംഗതി വളരെ പ്രശ്നമാണ്. കാശ് കയ്യിലുണ്ടോ, എനിക്കെന്താ കുറവ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ എന്നൊരു തോന്നൽ മനസ്സിൽ വരും. ഇതില്ലാത്തത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. പൈസ ഇല്ലേ, പച്ചപ്പാവായിരിക്കും. കാശ് കയ്യിലുണ്ടോ, ഞാനല്ലേ ഇവിടുത്തെ ആള്, ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ, ഞാൻ വരച്ച വരമ്പ് നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്നൊരു തോന്നൽ ഖൽബിൽ വരും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് സമ്പത്തും അല്ലാഹു നൽകി, നല്ല പേര്, നല്ല മുഖം, തിന്മയിലേക്ക് നിങ്ങൾ പോയില്ല, അങ്ങനെയെങ്കിൽ കാന മിൻ ഖാലിസത്തില്ലാ, അല്ലാഹു തെരഞ്ഞെടുത്ത നല്ല മനുഷ്യരാണവർ. ആ വിനയം കൂടെ ഇതിൻ്റെ കൂടെ കിട്ടണം. ഏതൊരു പാവപ്പെട്ട മനുഷ്യരും ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു ആക്സസിബിലിറ്റി ആ മനുഷ്യനിൽ ഉണ്ടാവണം. തെറ്റുകളോ മഷ്വറകളോ ചർച്ചകളോ നടക്കുമ്പോഴേ മറ്റൊരാളിൻ്റെ അഭിപ്രായം സ്വീകരിക്കാനുള്ള വിശാല മനസ്സ് വേണം. ഇതൊക്കെ നല്ല മനുഷ്യന്മാരുടെ ലക്ഷണമാണ്. അല്ലെങ്കിൽ ഇനിയും നന്നാവാൻ അവിടെ ഇച്ചിരി ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങൾ പെടുത്തി തരട്ടെ. മൻ കാന ദാ ഹുസ്നിൻ വദാ ഹസബിൻ സാകിൻ വവസ്സിഅ റിസ്ഖുഹു വഗദാ മുതവാളിഅൻ ലില്ലാഹി ഫഹുവ ഇദൻ മിൻ ഖാലിസിർ റബ്ബിർ റഹീം ഗദാ. അല്ലാഹു നാളെ പ്രത്യേകമായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളാണവർ.
മൂന്നാളുകളെ ഇന്ന് കാണാൻ പ്രയാസമാണെന്ന് മഹാന്മാർ പറയാറുണ്ട്. മഹാനായ ഇമാം ഖുശൈരിയുടെ അർ-റിസാലത്തുൽ ഖുശൈരിയ ലോകപ്രസിദ്ധമായ ഒരു റിസാലയാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, ഫഖദ്നാ സലാസത അഷ്യാ, മൂന്ന് കാര്യങ്ങൾ ഇന്ന് കിട്ടൽ പ്രയാസമാണല്ലോ. ഹുസ്നുൽ വജ്ഹി മഅ സുയാന, സൗന്ദര്യമുള്ള പെണ്ണാണ്, സൗന്ദര്യമുള്ള ആണാണ്, പക്ഷേ വ്യഭിചാരത്തിലേക്ക് ചിന്തിക്കാതെ നടക്കുന്ന, മറ്റൊരാളെ ഒരാണ് പെണ്ണിനെയോ ഒരു പെണ്ണ് ആണിനെയോ അട്രാക്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കാതെ നടക്കുന്ന മുഖസൗന്ദര്യമുള്ള ഒരാൾ, നല്ല ഗ്ലാമറുള്ളൊരു ചെക്കനാണ്, അവൻ ഒരു ലൈനും ഇല്ല, വലിയ പ്രയാസമാണ് കിട്ടാൻ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഒരു ഗ്ലാമറും ഇല്ലാത്തവൻ്റെ പിന്നാലെ തന്നെ 10-15 എണ്ണം. പിന്നെ ഇവനൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആളുകളെ നിൽക്കാൻ വിടുന്നുണ്ടോ? പണ്ടൊക്കെ മരം ചുറ്റിക്കളി എന്നാ പറയാം. എങ്ങനെ പെണ്ണിൻ്റെ പിന്നാലെ അവരെ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറുക്കന്മാർ കളിച്ചിരുന്ന കളി. ഇന്ന് അങ്ങനെയല്ല, പെൺകുട്ടികൾ ആണുങ്ങളുടെ പിന്നാലെ. സുബ്ഹാന ജല്ല ജലാലു. എടാ നിനക്കെന്താടോ കുഴപ്പം, നിന്നും തൊട്ടൂടെ? ആര്? പെണ്ണ് പോലെ തോള് കൈ പിടിച്ചിട്ടായി പറയണത്. നീ നാണൊന്നല്ലേ, നിന്റെ ആണത്തെ എവിടെ? ഇതൊക്കെയാ ചോദ്യം. വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ മുസ്ലിമീങ്ങൾ ശരിയായ ദീനനുസരിച്ച് ജീവിക്കുന്നവർ ഗുറബാ. എൻ്റെ വിദ്യാർത്ഥിനികൾ കേൾക്കണേ, സ്കൂളിൽ 8ാം ക്ലാസ് മുതൽ അങ്ങ് മേലോട്ട് പഠിക്കുന്നവർ നിർബന്ധമായി ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. ഗുറബാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആണും പെണ്ണും ഒരു ക്യാമ്പസിലാവട്ടെ, ഒരു മഹല്ലിലാവട്ടെ, അയാൾ ഒറ്റപ്പെട്ടതുപോലെ ആ കുട്ടി ഒറ്റക്കാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ വരും. എന്തേ? എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഉണ്ട്, എനിക്കത് വേണ്ട. എനിക്കെൻ്റെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ കുടുംബവും എൻ്റെ മാതാക്കളും എൻ്റെ പിതാക്കളും അവരൊക്കെ തൃപ്തിയോടെ സന്തോഷത്തോടെ എന്നെ കൈപിടിച്ച് ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ എൻ്റെ സൗന്ദര്യമോ എൻ്റെ ശരീരമോ ഒരാൾക്കും തൊടാനോ പരസ്യപ്പെടുത്താനോ ഉള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടുതലുള്ള ആളുകൾ വിചിത്രമായ ഒരു പെണ്ണായി കാണുന്ന ഒരു കാലം. ബോയ്സ് മുഴുവൻ അവർക്കൊക്കെ ഗേൾ ഫ്രണ്ട്സ് ആണ്. അവർ രാത്രി ഫോണിൻ്റെ കയ്യിൽ വിളിക്കുന്നു, പോകുന്നു, വരുന്നു, കാണുന്നു. ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാതാവിനും പിതാവിനും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മക്കൾ പറയും, ഉമ്മ ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടോ. പിന്നെ നിസ്കാരം കഴിഞ്ഞ് 11 റക്അത്ത് വിത്റും കഴിഞ്ഞിട്ടാണ് ഞാൻ വരട്ടോ, പിന്നെ ഹദ്ദാദും കഴിഞ്ഞിട്ടേ വരെ, പിന്നെ ഓൻ പോകുന്ന വേറെടുക്കെങ്കിലൊക്കെ ആയിരിക്കും. നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഉമ്മ ആയിരിക്കും പഠിച്ചവനോ അവൻ്റെ തറാവി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി അങ്ങനെ വിചാരിക്കാൻ, എനിക്കങ്ങനെ ഗേൾ ഫ്രണ്ട് പറ്റൂലല്ലോ റബ്ബേ, എനിക്കത് പാടില്ലല്ലോ. ഒരു അന്യ പെണ്ണുമായുള്ള ബന്ധം പോലെ അഡൽറ്റുകളായി കഴിഞ്ഞാൽ സ്കൂളിലും ക്യാമ്പസിലുമാണെങ്കിലും നിങ്ങൾ അഡൽറ്റുകളാണ്, എന്തല്ല കുട്ടികളല്ല. പ്രായപൂർത്തിയായില്ലേ? മിനിമം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു മിക്സ്ഡ് ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വന്നത്. അവിടെ ആവശ്യമായ അക്കാഡമിക് കോൺവെർസേഷൻ അപ്പുറത്തേക്ക് ഒരു ഹാങ് ഔട്ട് പറ്റൂല മക്കളെ, നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാണ്, നമ്മുടെ സൊസൈറ്റിക്ക് അത് ഇഷ്ടമാണ്, നമ്മുടെ കൂടെ കൂടുന്ന ആളുകൾ മുഴുവനും അതാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അള്ളാഹുവിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾക്ക് നിൽക്കുമ്പോൾ ഗുറബാ, അവരൊക്കെ വിചിത്രം. അല്ലടോ നീ ആണെന്നല്ലേ, അല്ല നീ മറ്റേ ട്രാൻസിൽപ്പെട്ട ആളാണോ? ചോദ്യം വരും. അതല്ല വിഷയം. ഇന്ന് സ്വവർഗരതി എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരു വികൃതമായ ഒരു സ്വഭാവം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അത് ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ട് കൊടുത്തത്. ആ സ്ഥലം പോയി കാണാൻ പറ്റും. ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഫലസ്തീൻ ജെറുസലേമിൽ നിന്നൊരു 10-30 കിലോമീറ്റർ, ഒരു 40 കിലോമീറ്റർ ചെന്നാൽ വലതു ഭാഗത്ത് കാണാൻ പറ്റും. ആ സ്ഥലം കീഴ്മേൽ ചെളിയായി കൂമ്പാരമായി കിടക്കുക. ഒരു നാടിനെ കീഴ്മേൽ മറിച്ചിട്ടതാ. എന്തേ? ആണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാതെ ആണിനെ വൈകാരികമായി സമീപിച്ചിരുന്ന ഒരു നാട്ടുകാർ. അമ്പിയാക്കന്മാർ പറഞ്ഞെടുത്തത് ചെയ്യല്ലേ, കല്യാണം കഴിച്ച് ജീവിക്കേ. അള്ളാഹു ആണിനെയും പെണ്ണിനെയും പടച്ചത്, ഞങ്ങൾക്കത് വേണ്ട. അതിന് അള്ളാഹു ചെയ്ത ഇന്നും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി കിടക്കണം. അവിടെ തീ കൊണ്ടല്ല കത്തിച്ചിട്ടുണ്ടെന്നാണ് ആ പ്രദേശത്തെ ആളുകളെ. അടുത്ത് ഒരു 2015 അവിടെ ഒരു ഗവേഷണം നടന്നിട്ടുണ്ട്. ഈ ചെളിയുള്ള സ്ഥലത്ത് കുറച്ച് വെസ്റ്റേൺ സയന്റിസ്റ്റുകൾ അവിടുന്ന് ചാരത്തിൻ്റെ, അതായത് കരിക്കാൻ ഉപയോഗിക്കുന്ന കരി ഉണ്ടല്ല, ആ കരിയുടെ അംശങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കിട്ടി എന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തേ? ഇവിടെ വലിയൊരു മഹാദുരന്തം നടന്നിട്ടുണ്ട് എന്ന് ബൈബിൾ പുസ്തകത്തിലുണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആൻ വിശദമായി പറഞ്ഞു.
BC 7000-ലോ 8000-ലോ നടന്ന സംഭവമാണത്. ഇന്നും അതിൻ്റെ വെണ്ണീറുകൾ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്തു ശാസ്ത്രകാരന്മാർ. എന്തേ? സ്വർഗഭോഗ രോഗികൾ അല്ലാഹു ശിക്ഷിച്ചതാണത്. ആണും പെണ്ണേ ഉള്ളൂ. ജനനേന്ദ്രിയം ഏതാണോ അതാണ് ഒരു മനുഷ്യനെ ആണോ പെണ്ണോ ആയി നിയന്ത്രിക്കുന്നത്. അപ്പിയറൻസിൽ വ്യത്യാസങ്ങൾ വരാം. കണ്ണില്ലാത്തവരില്ലേ, കൈയില്ലാത്തവരില്ലേ, ശാരീരിക വൈകല്യങ്ങൾ ഓട്ടിസുള്ള മനുഷ്യന്മാർ ലോകത്തില്ലേ? അതുപോലെ ഒരു പരീക്ഷണമാണ് ഇത്തരം ട്രാൻസ്ജെൻഡറുകളായ ആളുകൾക്ക് സംഭവിക്കുന്നത് എന്ന് മാത്രം. മുസ്ലിമീങ്ങളായ ആളുകളുണ്ടെങ്കിൽ ഞാൻ അവരോടാ പറയുന്നത് കേട്ടോ. ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന, മതമില്ലെന്ന് വിചാരിക്കുന്നവരോ അള്ളാഹുവിനെ വേണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരോ ആയ ആളുകൾ ആരും ഇതിന് പ്രതികരിക്കേണ്ടതില്ല. ഞാൻ മുസ്ലിമീങ്ങളോടാ പറയുന്നത്. നമുക്ക് അള്ളാഹുവിൻ്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ. നമ്മളതിനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ലോക സർവ്വ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും റബ്ബിൻ്റെ നിയമവും അത് തന്നെയാണ്. പക്ഷേ ഈ ഉമ്മത്തിനോടെ നമുക്ക് ബാധ്യതയുള്ളൂ പറയേണ്ടത്. അതുകൊണ്ട് പറയാൻ, കേരളത്തിലെ സ്കൂളിൽ നടന്ന ഒരു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു അനുഭവം അവിടുത്തെ ടീച്ചർ പങ്കുവെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പെൺകുട്ടികൾ കൂട്ടുകാരികളായി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെയുള്ള ശാരീരിക ബന്ധങ്ങൾ ചെയ്യുന്നു, ആൺകുട്ടികളുമായി. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത പെൺകുട്ടികളോട് നീ സ്ട്രൈറ്റ് ആണല്ലേ, കുട്ടികളുടെ ചോദ്യം അതാണത്രേ. നിനക്ക് പെണ്ണുമായിട്ടുള്ളത് പറ്റൂലല്ലേ, അപ്പം നീ സ്ട്രൈറ്റ് ആണോ? എന്ത് ചോദ്യമാണ് റബ്ബേ! ഇതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട കുട്ടികളാണ്. എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനത് ഞെട്ടിപ്പോയി. റബ്ബേ, നമ്മുടെ സമൂഹമൊക്കെ ഇത്രയൊക്കെ വഴുതിപ്പോയോ? ഒരു ആൺകുട്ടിയുടെ കൂടെ നടക്കാൻ പെൺകുട്ടികളെ വിടൂലല്ലോ, ഉമ്മമാരാരും പാർക്കാൻ വിടൂലല്ലോ. എന്നാൽ പെൺകുട്ടിൻ്റെ കൂടെ പോയി കിടക്കാൻ പ്രയാസമല്ലല്ലോ, അവരുടെ കൂട്ടുകാരിയല്ലേ. പക്ഷേ അവർ ലോകത്ത് പടിഞ്ഞാറ് ഈ ലോകത്തിന് നൽകിയ ഏറ്റവും ദുഷിച്ച ചില സ്വഭാവങ്ങൾ, അവരിൽ ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ ഒരുപാട് തിന്മകളും അവർ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ, ഇതുപോലെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ സൂക്ഷിക്കുകയും വിവാഹിതരാകുന്നത് വരെ ക്ഷമയുടെ കാലമാണ്. ക്ഷമിക്കണം തന്നെ പറഞ്ഞത് ഖുർആൻ. ക്ഷമിക്കണം. മനുഷ്യനൊക്കെ ഈ ഹോർമോണുകൾ എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. ഹലാല് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നത് വരെ, ഒരു നിക്കാഹിന് അവസരമുണ്ടാകുന്നത് വരെ നിങ്ങൾ തിന്മയിലേക്ക് പോകല്ലേ. അവസരമുണ്ടായി നിങ്ങളുടെ വിവാഹമാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഹലാലായ ഓപ്ഷൻ. ആ ഓപ്ഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. യൂസുഫ് അലൈഹിസ്സലാം അന്യ ഒരു നാട്ടിലാണ്. നമ്മുടെ മക്കളൊക്കെ ഇവിടുന്ന് സ്കോട്ട്ലൻഡിൽ പോകുന്നുണ്ട്, യൂറോപ്പിൽ ഹോളണ്ടിൽ പോകുന്നുണ്ട്, പോളണ്ടിൽ പോകുന്നുണ്ട്, UK-യുടെ പല പ്രദേശങ്ങളിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഇറ്റലിയിലുണ്ട്. നമ്മുടെ മലയാളി കുട്ടികൾ ഇഷ്ടം പോലെ. UK-യിലൊക്കെ 60,000 മലയാളികളെ ഈ കൊല്ലം അവിടെ എൻറോൾ ചെയ്ത്. 60,000 മലയാളി കുട്ടികൾ അവിടുത്തെ കോളേജുകൾ UK-യിൽ മാത്രം. അവർക്ക് നാട് വിട്ടു പോവുകയാണ്. നമുക്കൊന്നും അവർക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കൾക്ക് ദീൻ കൊടുത്തിട്ടില്ല എങ്കിൽ. ഞങ്ങൾ അന്യനാട്ടിലാണ്. ഇവിടുത്തെ ക്ലബും പബ്ബുകളും ഇവിടുത്തെ തിന്മകളുടെ പ്രദേശങ്ങളിലേക്കും ഒക്കെ ആക്സസ് അവർക്ക് എളുപ്പമാണ്. ക്യാമ്പസുകൾ പോലും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ നല്ല ഈമാൻ വേണം. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൽ പ്രവാസിയാണ്. യൂസുഫ് നബിന്റെ നാട് കൻആൻ. ഖൈറോവിൽ നിന്ന് 1300 കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത് കൻആൻ. ആ നാട്ടിൽ നിന്ന് വന്ന അടിമയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിന്റെ പ്രതീകമായ മഹാൻ. അടിമക്ക് എന്ത് വിലയാണ് അവർ കൊടുക്കാറുള്ളത്? ആ അടിമയോടാ പറഞ്ഞത്, സുലൈഖ ബീവി നീ എന്നെ വ്യഭിചരിക്കണം. ആരാ സുലൈഖ ബീവി? ദാതു മൻസുബിൻ വജമാൽ. വെറും ഒരു മുതലാളിച്ച പെണ്ണ് മാത്രമല്ല, നല്ല സൗന്ദര്യമുള്ളവളാണ്. യൂസുഫ് നബി ചെറുപ്പക്കാരനാണ്, വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ള പ്രായമാണത്. എന്നിട്ട് തിന്മ ചെയ്തില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ഓടി രക്ഷപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം. അതാണ് അമ്പിയാക്കന്മാർ നൽകുന്ന പാഠം. ഇതല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ മലക്കുകളുടെ സ്വഭാവം ആവാൻ കഴിയില്ല എന്ന് വന്നേക്കാം, മനുഷ്യരിലെ ഉന്നത മൂല്യങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നല്ലാതെ മൃഗങ്ങൾ ജീവിക്കുന്ന പോലെ കണ്ടവരുടെ കൂടെ മുഴുവൻ കടന്നുറങ്ങാനുള്ള ഒരു ലൈസൻസാണ് ലോകത്ത് വേണ്ടത്. അതാണ് പുരോഗതി എന്ന് പറയുന്നതിന് ഒരിക്കലും ഇസ്ലാമിൽ വഴിയില്ല. ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കില്ല, പാടില്ലെന്നാ പറയുന്നത്. നമ്മുടെ റസൂൽ ലോകത്തിന് നൽകിയത് ഇത്ര മനോഹരമായൊരു സംസ്കാരമല്ലേ, എന്ത് അന്തസ്സുള്ള സംസ്കാരം, ആണിനും പെണ്ണിനും നൽകിയ സ്ഥാനമാനങ്ങൾ. നമുക്ക് ഓരോരുത്തരും വലിയൊരു ദൗത്യം നിർവഹിക്കാൻ വന്ന ലോകമാണിത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സ്റ്റുഡൻസ്, ബോയ്സ് ആൻഡ് ഗേൾസ്, നിങ്ങൾ മനസ്സിലാക്കണേ, യു ആർ ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ടൈം.
You have a lot of challenges than we people had in our young time. അതുകൊണ്ട് നിങ്ങൾ, you have to understand that. Overcome. Let your God Almighty and our moral values be in your right in front of your eyes. Keep up to the values. Don't be deceived. ഒരിക്കലും ചതിയിലേക്ക് പോകരുത്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. അള്ളാഹു അവരെ നല്ലവരാക്കി വളർത്തി തരട്ടെ. അവരിലെ നന്മ കണ്ട് കണ്ണിറയാനുള്ള ഭാഗ്യം. നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണം. അള്ളാഹു അതിനെ സാധ്യമാക്കി തരട്ടെ. ഉമ്മക്ക് വിദ്യാഭ്യാസം കുറവാണ്, വാപ്പക്ക് വിദ്യാഭ്യാസം കുറവാണ്. മക്കൾക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, മറ്റു ഭാഷകൾ അറിയാം. അവർ കാണുന്നതോ നോക്കുന്നതോ വായിക്കുന്നതോ ഒന്നും കൺട്രോൾ ചെയ്യാൻ അധിക പാരൻസിനും കഴിയില്ല. ആവശ്യം എന്തെന്നറിയോ? നല്ല വചനങ്ങൾ, നല്ല ഉപദേശങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ, സാരോപദേശങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവർക്ക് തിരിയുന്ന ഭാഷയിൽ. എത്രയോ ലോക പണ്ഡിതന്മാരുണ്ട്. ഇസ്ലാമിക പ്രബോധനം അന്താരാഷ്ട്ര തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരുണ്ട്. അവരൊക്കെ ഒന്ന് കേൾപ്പിക്കിൻ. നന്മ കേൾക്കട്ടെ. നന്മ കേൾക്കാതെയാണ് വളരുന്നതെങ്കിൽ അവർ തിന്മയുടെ ആളുകളായി മാറിപ്പോവാൻ. ഒരു തലമുറ നശിക്കുകയാണ്. അവരെ രാജ്യത്തിന് കിട്ടൂല, നാടിന് കിട്ടൂല, കുടുംബത്തിന് കിട്ടില്ല, മനുഷ്യത്വത്തിന് കിട്ടില്ല. എന്താ പിന്നെ അതുകൊണ്ട് കാര്യം? അള്ളാഹു നമ്മെ പറഞ്ഞയച്ച ലക്ഷ്യം അതല്ല. അതുകൊണ്ട് സജ്ജനങ്ങളുടെ സ്വഭാവം ഹുസ്നുൽ വജ്ഹി മഅസ്സുയാന, 3 കാര്യങ്ങൾ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ മഹാനായ ഇമാം ഖുശൈരിയുടെ റിസാലയിലെ ഒരു ചർച്ചയായിരുന്നു നമ്മൾ പറഞ്ഞത്. നല്ല മുഖവും തിന്മയിലേക്ക് പോകാത്ത സൗന്ദര്യം, ഇത് കാണാൻ പ്രയാസമാണ്. വഹുസ്നുൽ ഖൗലി മഅൽ അമാന, സത്യസന്ധതയുള്ള വാക്കുകൾ. നല്ല വാക്കുകളാണ്, പക്ഷേ സത്യസന്ധതയില്ല. പൈസ ഏൽപ്പിച്ചാൽ മോഷ്ടിക്കും, കടയിലിരുത്തി കഴിഞ്ഞാൽ കടയിലെ കണക്ക് തെറ്റും, മുതലാളിയെ പറ്റിക്കും. പക്ഷെ ആള് നല്ല വാക്ക്, നല്ല വർത്തമാന പറയാ, പക്ഷേ പൈസ ഏൽപ്പിക്കാൻ പറ്റൂല, അമാനത്തില്ല, വിശ്വസിക്കാൻ പറ്റില്ല. വഹുസ്നുൽ ഇഖാഇ മഅൽ വഫാ, ഒരു സുഹൃത്തിനോട് ചെയ്യേണ്ട മര്യാദ ചെയ്യാൻ കഴിയാത്ത സൗഹൃദം. നല്ല ചങ്ങാതിയാണ്, പക്ഷെ ഒരു പ്രയാസം വന്ന് അവൻ ഓടും. കയ്യിലെ കാശ് തീർന്നാൽ അവൻ ഓടും. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാരെ കൂടെ പോകാനായ സർവ്വ ആൾക്കാരും ഇനിയിപ്പോൾ കൂടെ നടന്നാൽ പണി കിട്ടുമോ, നമ്മോട് കടം ചോദിക്കും, വിടുക നല്ലത്. ഹുസ്നുൽ ഇഖാഇ മഅൽ വഫാ, ഒരു കൂട്ടുകാരൻ അവനൊരു പ്രയാസത്തിലാണെങ്കിൽ അവനെ കൈപിടിക്കണം, അല്ലേ? അവനൊരു ദുരിതത്തിലാണെങ്കിൽ കൂടെ നിൽക്കണം. അങ്ങനത്തെ സൗഹൃദവും കാണുന്നില്ലല്ലോ. ഇന്ന് കാണാൻ പ്രയാസമാണ്. ഒരാവശ്യമുള്ളിടത്ത് അവരെത്തുന്നില്ല, അങ്ങനെയല്ലേ? കൊറോണ വന്നപ്പോൾ പടച്ചോൻ ശരിക്ക് കാണിച്ചെന്നില്ലേ ആർക്കൊക്കെയാണ് വഫാ ഉള്ളത്? ഭാര്യമാരിൽ ആരൊക്കെയാണ് ഭർത്താവിന് രോഗം വന്നാൽ കൂടെ നിൽക്കുന്നത്? വീട്ടുകാർക്ക് കൊറോണ വന്നാൽ ആര് വാതിൽ തുറന്നു കൊടുത്തവർക്ക് ക്വാറന്റീന് സൗകര്യം വീട്ടിൽ ചെയ്തു കൊടുക്കും. അന്ന് വിചാരിച്ചത് എന്തോ വലിയ സംഭവമാണെന്ന്. വലിയ സംഭവമാണെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ആയിരുന്നു പെരുമാറേണ്ടിയിരുന്നത്. എത്ര ആളുകൾ പേടിച്ച് വിഷമിച്ച് ഒറ്റപ്പെട്ട് മരിച്ചുപോയി. ആലോചിച്ച് നോക്കിയത്. വാട്സപ്പിൽ കണ്ടില്ലേ നമ്മൾ? കോണി വെച്ച് കയറുന്ന സാധുക്കൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കാൻ ആളില്ല, ഗേറ്റ് തുറന്നു കൊടുക്കാൻ ആളില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല. ഇപ്പുറത്തെ വീട്ടുകാർ കർട്ടൻ ഇട്ടൊക്കെ കണ്ട കൊറോണ വരുമെന്ന് വിചാരിച്ചിട്ട്. യാ അല്ലാ, ഇതൊക്കെ മറക്കാനായില്ല. മനുഷ്യ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ എവിടെയാണെന്ന് കാണിച്ചു തരാൻ അള്ളാഹു ചെയ്തൊരു പരീക്ഷണം തന്നെയായിരുന്നു അത്. കൂടെ നിൽക്കുന്നവരാരാണ്? ആരാണ് കൂടെ നിന്ന് ചതിക്കുന്നത്? ആർക്കാണ് നമ്മെ വേണ്ടത്? ആർക്കാണ് നമ്മുടെ പൈസ വേണ്ടത് എന്ന് അല്ലാഹു കാണിച്ചു തന്ന നേരമാണത്, അല്ലേ? ഹുസ്നുൽ ഇഖാഇ മഅൽ വഫാ ഇന്ന് ലോകത്ത് കാണാൻ വളരെ കുറവാണ്. ഹുസ്നുൽ വജ്ഹി മഅസ്സുയാന, നല്ല മുഖമുണ്ട്, ഗ്ലാമറുണ്ട്, പക്ഷെ അവന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. നല്ല മുഖസൗന്ദര്യമുള്ള മോളാണ്, പക്ഷെ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വേണം, ഫാൻസ് വേണം, പിന്നാലെ 4 ആള് വേണം. ഇതാഗ്രഹിക്കാത്ത ആണും പെണ്ണും കിട്ടുക പ്രയാസമാണ്. ഇത് ഇമാം ഖുശൈരി തങ്ങൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഹുസ്നുൽ ഖൗലി മഅൽ അമാന, നല്ല വാക്കാ പറയുന്നത്, വർത്തമാനമൊക്കെ നല്ല സ്വഭാവക്കാരനാണ്, പക്ഷേ പൈസയുടെ കാര്യം വഞ്ചിക്കും, പറ്റിക്കും. യാ അല്ലാഹ്, സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നൽകുന്നു. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹു മലക്കുകൾക്ക് നൽകുന്ന നൂറ് പോലെ ഒരു നൂറ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുന്നുണ്ട്. റഅയ്തു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മലക്കൻ യതീറു ഫിൽ ജന്നതി ബിജനാഹൈൻ. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 2 ചിറകുകളാൽ സ്വർഗ്ഗത്തിൽ പാറിപ്പറക്കുന്നത് ഞാൻ കണ്ടുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ജാഫർ റളിയല്ലാഹു അൻഹു മുഅത്തയിൽ ഷഹീദായ സ്വഹാബിയാണ്. ജാഫർ തങ്ങളുടെ മഖാമ് മുഅത്തയിൽ ചെന്നാൽ കാണാൻ കഴിയും. ജോർഡാനിൽ നിന്ന് അമ്മാൻ സിറ്റിയിൽ നിന്ന്, ജോർഡാൻ നാട്ടിൽ അമ്മാൻ സിറ്റിയിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ അകലെ ഏകദേശം വലിയൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിലേക്ക് കയറി ചെന്നാൽ ഇടത് ഭാഗത്ത് ആദ്യം കാണുന്ന മഖാം ഒരു ഇന്ത്യക്കാരനായ മുതലാളിയാണ്. ആ മഖാമൊക്കെ വെള്ളിയുടെ മനോഹരമായ തകിടുകൾ കൊണ്ട് മനോഹരമായി ഇതിനെ അലങ്കരിച്ചിട്ടുണ്ട്. മാർബിൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോംബെയിൽ നിന്നോ മറ്റോ പോയ ഒരു കച്ചവടക്കാരനായൊരു ഇന്ത്യക്കാരനാണ് ജാഫർ തങ്ങളുടെ മഖാം ഇത്രയും മനോഹരമായി വിപുലീകരിച്ച്. ഇപ്പോൾ അടുത്ത സമയത്താണ്, ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം. അവിടെ വർഷം എഴുതി വെച്ചിട്ടുണ്ട്, മറന്നുപോയി. അത് കഴിഞ്ഞാൽ മേലെയുണ്ട് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം. അത് കഴിഞ്ഞൊരു 200 മീറ്റർ അപ്പുറത്തുണ്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മുഅത്തയിലെ 3 നേതാക്കന്മാർ, അവരാണ് ഇസ്ലാമിൻ്റെ കൊടി പിടിച്ചത്. അവരെ കന്തിവിഷമം കൊള്ളുന്നത് ജോർഡാനിലാണ്, മുഅത്തയിലാണ്. നമ്മുടെ ദുബൈയിൽ നിന്നൊക്കെ ഒരു 2-2.5 മണിക്കൂർ ഫ്ലൈറ്റിന് യാത്ര ചെയ്താൽ ജോർഡാനിലെത്തും. യാ അല്ലാഹ്, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിവുകളായി കിടക്കുക. പുണ്യനബി ഞങ്ങൾ പറയുന്നു, അതേ ജാഫർ എന്നവരെ ഞാൻ സ്വർഗത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. യതീറു ബിജനാഹൈനി, 2 ചിറകുകളാൽ, പ്രകാശത്തിന്റെ ചിറകുകളാൽ സ്വർഗത്തിലൂടെ പാറിക്കളിക്കുന്നത് ഞാൻ കണ്ടു. യതീറു മിൻഹാ ഹൈസു യശാ, വേണ്ടിടത്തെല്ലാം ജാഫർ എന്നവർക്ക് പാറിക്കളിക്കാൻ കഴിയും. 2 കൈയും മുറിക്കപ്പെട്ടിരുന്നു, ശത്രുക്കൾ മുറിച്ചിരുന്നു. ആ 2 കൈകൾക്ക് പകരം 2 ചിറകുകൾ അല്ലാഹു നൽകി ജാഫർ റളിയല്ലാഹു അൻഹു. ആരാധറിയോ? നബി തങ്ങളുടെ മൂത്താപ്പയുടെ മോനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, എന്തേ കാരണം? ഇത് മരണത്തിന് ശേഷമാണ്, ഖബറിൽ കിടക്കുന്ന ലോകമാണിത്. പക്ഷേ സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹു ആക്സസ് കൊടുത്തു. അതാണ് എന്തുകൊണ്ട് ദുന്യാവിൽ ജീവിക്കുന്ന അവസ്ഥ ഏതോ അതനുസരിച്ചായിരിക്കും ഖബറിലെ അവസ്ഥ. എങ്ങനെ? ദുന്യാവിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ചത്, അതുപോലെയാണ് നമ്മുടെ ഖബറിലെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക. ജാഫർ റളിയല്ലാഹു അൻഹു സൂറത്തു മറിയം മഹാനായ ജാഫർ എന്നവരെ ഓതിക്കൊടുത്തൊരു രംഗമുണ്ട്. നജാഷി രാജാവിൻ്റെ മുമ്പിൽ എത്യോപ്യയിൽ മുസ്ലിമീങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടതായിരുന്നു. അവരവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ മക്കയിലെ ഡെലിഗേറ്റ്സ് നജാഷി രാജാവിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു. അവരോട് ചോദിക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് there are certain runaway slaves who escaped from our kingdom to your country. ഞങ്ങൾക്ക് അവരെ തിരിച്ചു കിട്ടണം. സ്ലേവ്സ്, അടിമകളാണെങ്കിൽ ഞങ്ങളുടെ അടിമകൾ നിങ്ങളുടെ നാട്ടിൽ വന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചയക്കണം. നിങ്ങളുടെ അടിമകൾ ഇവിടെ വന്നാൽ ഞങ്ങൾ തിരിച്ചയക്കും. പറഞ്ഞു, but there are some free men. എല്ലാവരും അടിമകളല്ല, കുറച്ച് അഹ്റാറുകളുമുണ്ട്, സ്വതന്ത്രന്മാരുമുണ്ട്. എന്തേ? അവര് ഞങ്ങളുടെ ആരാധന ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയൊരു ആരാധനാ രീതി സ്വീകരിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ അവര് ഒരു പ്രവാചകൻ അംഗീകരിക്കുന്നു, ഒരു പടച്ചവനേ ഉള്ളൂ എന്ന് പറയുന്നു. ആ പടച്ചവൻ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് എന്ന് പറയുന്ന മഹോന്നതനായ പടച്ചവനാന്ന് പറയുന്നു. ഞങ്ങളോ 360 ബിംബങ്ങളെ കഅബയിൽ ഉള്ളിലും പുറത്തും വെച്ച് പൂജിക്കുന്ന ഖുറൈശികളാണ്. ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവരൊക്കെ ശിക്ഷിച്ചു. ഞങ്ങളുടെ ശിക്ഷ സഹിക്കാൻ പറ്റാതെ അവർ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹാവ് എ ഡ്യൂട്ടി അപ്പോൺ മീ ടു ലിസൺ ടു ദം. ഞാൻ അവരൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ജാഫർ റളിയല്ലാഹുവിന്റെ മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണ്. നല്ല മനോഹരമായൊരു പ്രഭാഷണം അറബിയിൽ മഹാനവറുകൾ കാഴ്ചവെച്ചു. ഞങ്ങളിപ്പോൾ എന്താണായത്, സ്ത്രീകൾ എങ്ങനെയായിരുന്നു അന്ന് അവരെ ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നത്, നബി തങ്ങൾ എങ്ങനെയാണ് അവർക്ക് മഹത്വം കൊടുത്തത്, അടിമകൾ എങ്ങനെയായിരുന്നു, ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു മഹാനായ ജാഫർ എന്നവര്. അവസാനം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, അന്ന് ശത്രുവാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, രാജാവേ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈസ എന്ന് പറയുന്ന യേശു ക്രിസ്തു ദൈവപുത്രനല്ല എന്നാണ് അവര് പറയും റസൂൽ, ദൈവപുത്രൻ എന്ന് പറയൂല. സ്പീക്ക് ടു മീ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോഴാണ് ഈസ നബിയെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താ പറഞ്ഞൊരു. അപ്പൊ ജഅഫർ റളിയല്ലാഹുവിന്റെ സൂറത്ത് മറിയം ഓതി കൊടുക്കുകയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. വളരെ മനോഹരമായി ഓതി കൊടുത്തു. സൂറത്ത് മറിയം കേട്ടപ്പോഴേ
രാജാവിൻ്റെയും കൂടെയുള്ള ഭക്തിയുള്ള പുരോഹിതന്മാരൊക്കെ ഉണ്ട്. അവരുടെ കണ്ണുകൾ ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഖുർആൻ കേട്ടിട്ടുള്ളൂ, പരിഭാഷ കേട്ടിട്ടില്ല. ഖുർആൻ കേട്ടപ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാണ്. രാജാവിൻ്റെ പരിഭാഷ പെടുത്തി കൊടുത്തു. നജാഷി രാജാവിൻ്റെ എത്യോപ്യൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, The difference between us and you is not bigger than this line. അദ്ദേഹം തൻ്റെ കയ്യിലൊരു കുന്തം കൊണ്ടൊരു വര വരച്ചിട്ട് പറയാം, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു വരയോളമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഒന്നു തന്നെയാണല്ലോ. അദ്ദേഹം അവിടുന്ന് കലിമ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം അത് ഉറക്കെ പറഞ്ഞത്, വ്യക്തമാക്കി പറഞ്ഞത് ഈ സംഭവത്തിനും ഒരുപാട് ശേഷമാണ്, 4-5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അദ്ദേഹം അന്ന് തന്നെ മുസ്ലിമായിരുന്നു. മഹാന്മാർ ഇതിനെക്കുറിച്ച് പറയാൻ, എത്ര ആളുകൾ ഖുർആൻ കേൾക്കുന്നുണ്ട്? ഖൽബിൽ വല്ല അനക്കം വരുന്നുണ്ടോ? എത്ര ഖുർആനിന്റെ ഓഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കിട്ടും? നമ്മുടെ ഖൽബിന് വല്ല അനക്കം വരുന്നുണ്ടോ? നല്ല മനോഹരമായ ഓത്താണ്, നല്ല ചുറുക്കുള്ള ഖിറാഅത്താന്ന് പറയും. പക്ഷെ നിങ്ങൾ കരയാറുണ്ടോ അത് കേൾക്കുമ്പോൾ? ഇല്ല. അത് കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ കോരിത്തരിക്കാറുണ്ടോ? അതും കുറവായിരിക്കാം. ചിലതൊക്കെ ഉണ്ട്, നല്ല മനോഹരമായ തഖ്വയുള്ള മുത്തഖീങ്ങളുടെ ഖിറാഅത്തും കാണാൻ കഴിയും. പക്ഷേ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ حتى إذا سمعه من صادق تقي دكت جبال نفسه وهواه لما تجلى في قلبه من كلام مولاه. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ഇതേ ഖുർആൻ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, കണ്ണുകൾ നനഞ്ഞു പോകും, ഹൃദയം പേടിച്ചു പോകും, ഹൃദയത്തിന് എന്തെന്നില്ലാത്ത കോരിത്തെരിപ്പ് വരും. ഇതേ സൂറത്ത് വേറൊരാൾ ഓതിയാ ഒന്നും തോന്നൂല. മുത്തഖിയായൊരു മനുഷ്യന്റെ നാവിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും. ജഅഫർ റളിയല്ലാഹു അൻഹു ഓതിയ അതേ സൂറത്ത് മറിയം വേറെ ഒരാളായിരുന്നു ഓതി കൊടുത്തിരുന്നത് എങ്കിൽ നജാഷിയുടെ മനസ്സിന് ഉള്ളിൽ ഇത്ര ഒരു മാറ്റം വരിക സാധ്യമായിരുന്നില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ജഅഫർ റളിയല്ലാഹു അൻഹു മൗലയായ അല്ലാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പടച്ചതമ്പുരാനോടുള്ള ഭയത്തിലും തഖ്വയിലും ഓതിക്കൊടുത്തതിൻ്റെ പേരിലാണ് നജാഷിയും കൂടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും അന്ന് ഇസ്ലാം സ്വീകരിച്ചത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അഭിസാരിക അല്ല എന്ന് മാത്രമല്ല, മറിയം റളിയല്ലാഹു അൻഹ കന്യകകളുടെ നേതാവാണ്. മഹദി ഏറ്റവും വലിയ ആരാധന ചെയ്ത ആബിദത്താണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമന്നത് മാലാഖ റൂഹ് ഊതിക്കൊടുത്തതാണ്. ഇത് പറയുന്ന ചർച്ച ചെയ്യുന്ന സൂറയാണ് സൂറത്ത് മറിയം. അത് ദൈവമല്ല, ദൈവപുത്രനുമല്ല. എന്നാൽ മറിയം ബീവിക്ക് അല്ലാഹു നൽകിയ ഒരത്ഭുത പുത്രനാണ്, നബിയാണ്, റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. അത് അംഗീകരിക്കാൻ രാജാവിന് പ്രയാസമുണ്ടായില്ല. അത്രമേൽ ഹൃദയ ശുദ്ധി ഉണ്ടായതുകൊണ്ടല്ലേ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്തിന് ഇങ്ങനെ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത്. ആ ജഅഫർ റളിയല്ലാഹു അൻഹു മലക്കുകളുടെ സ്വഭാവവും തഖ്വയും സ്വീകരിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ടാണ് മഹാനവറുകൾ ഷഹീദായിരുന്നിട്ടും മറ്റു ശുഹദാക്കൾക്കില്ലാത്ത മഹത്വം പോലെ സ്വർഗത്തിൽ അല്ലാഹു ചിറക് നൽകി ആദരിച്ചത്. ജഅഫർ എന്നവർ മലക്കുകളുടെ ആ ഒരു തഖ്വയും ഖശിയത്തും സ്വായത്തമാക്കിയത് കൊണ്ടാണ്. റളിയല്ലാഹു തആല അൻ അല്ലാമ ഇബ്നു ശൗദബ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കാണുമ്പോൾ പണ്ഡിതന്മാർ പറയും, ദക്കറത്തൽ മലായികത അലൈഹിസ്സലാം. ഇബ്നു ശൗദബേ, നിങ്ങളെ കാണുമ്പോൾ മലക്കുകളെ ഓർമ്മ വരികയാണ്. മലക്കുകളെ ഓർമ്മ വരുന്ന മുഖങ്ങൾ. എത്രയോ നല്ല ആബിദീങ്ങൾ, സജ്ജനങ്ങൾ ലോകത്തുണ്ട്. നമുക്ക് പേരറിയാത്ത ആൾക്കാരായിരിക്കും, അത്ര പ്രശസ്തരാവില്ല. അവർ പ്രസംഗിക്കുകയോ സ്റ്റേജിൽ വന്നിരിക്കുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല, അവർക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ അള്ളാഹുവിൻ്റെ സാത്വികരായ നല്ല ആബിദീങ്ങളും മഹത്തുക്കളും ഔലിയാക്കന്മാരും ആയിരിക്കും. തേടി കണ്ടുപിടിക്കുക, അള്ളാഹുവിനോട് ദുആയിരക്കുക. അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്. അല്ലാഹുവേ, നിന്നിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യനെ എനിക്ക് കാണിച്ചു തരയണമേ. ദുആ ചെയ്തു നോക്കി, അള്ളാഹു അതിന് ഉത്തരം തരും. അള്ളാഹു ഉത്തരം തരും. മഹാനായ
അബൂബക്കറുൽ ഖഫാൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഖഫാൽ ഷാസി എന്ന് പറയുന്ന ഷാഫിഈ ഫിഖ്ഹിന്റെ പ്രഗൽഭനായ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഒരു മസ്ജിദുണ്ട് താഷ്കൻഡിൽ. അദ്ദേഹത്തിൻ്റെ മഖാമും താഷ്കൻഡിൽ തന്നെയാണ്, ഉസ്ബെക്കിസ്ഥാനിൻ്റെ തലസ്ഥാനത്തിൽ. സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പോയ ആൾക്കാർ വേറെ ഉണ്ടായിരിക്കും, സദസ്സിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പോയിട്ടുണ്ടോ? താഷ്കൻഡിൽ ഇമാം ഖഫാൽ തങ്ങളുടെ മഖാമുണ്ട്. അവിടെയാണ് ഖഫാൽ ഇമാമിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ഇമാം ഖഫാൽ മ്യൂസിയം എന്ന് പറയാം. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനവറുകൾ ഓതിയ അവസാനം കൊല ചെയ്യപ്പെടുമ്പോൾ, മഹാൻ ഷഹീദാകുമ്പോൾ ചോരപ്പാടുറ്റിയ ഒറിജിനൽ മുസ്ഹഫ് യുനെസ്കോ അംഗീകരിച്ചത്, അതിൻ്റെ സ്റ്റാമ്പ് അവിടെ ഉണ്ട്. ആ മ്യൂസിയത്തിലാണ് ഇമാം ഖഫാൽ തങ്ങൾ. മഹാനായ ഖഫാൽ തങ്ങളെ സംബന്ധിച്ച് പറയുമായിരുന്നു, ലം യകുൻ ഫീ സമനിഹി അഫ്ഖഹ മിൻഹു, അവരെക്കാളും ഫഖീഹായ ഒരാളെ കാണാൻ കഴിയില്ലായിരുന്നു. വകുന്നാ നഖൂൽ, ആ മഹാനെ കാണുമ്പോൾ ഞങ്ങൾ പറയും, ഇന്നഹു മലകുൻ ഫീ സൂറത്തി ഇൻസാൻ, ഇത് മനുഷ്യരൂപത്തിലുള്ള മലക്കാണല്ലോ, ഇത് മനുഷ്യരൂപത്തിലുള്ള മാലാഖയാണോ എന്ന് ഇമാം ഖഫാൽ തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമായിരുന്നുവെന്ന് തബഖാത്തുൽ ഫുഖഹാ ഉശ്ശാഫിഈയിൽ മഹാനായ ഇബ്നു സ്വലാഹ് തങ്ങൾ. ഖഫാൽ തങ്ങൾ മലക്കായിരുന്നു. മലക്കായതുകൊണ്ടല്ല, മനുഷ്യരൂപത്തിൽ വന്ന മാലാഖയോ എന്ന് തോന്നിപ്പോകുമായിരുന്നു. സുബ്ഹാന ജല്ല ജലാലു. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നവർക്ക് നൽകുന്ന ഈ മഹത്വം ഇബാദത്തില്ലാത്ത സാധുക്കളായ നമ്മിൽ ആർക്കെങ്കിലും ലഭിക്കുമോ? ഒരു ചോദ്യമാണ്. നമുക്ക് അങ്ങനെ ഇഹ്സാനിലൂടെ ഇബാദത്ത് ചെയ്താൽ ഇത് കിട്ടുള്ളൂ. അല്ലാഹ് മുമ്പിലുണ്ട് എന്ന പോലെ ഖുർആൻ ഓതണം, നിസ്കരിക്കണം, സദഖ കൊടുക്കുമ്പോൾ അള്ളാഹിന്റെ മുമ്പെന്നാ ഞാൻ കൊടുക്കുന്നത്. ഉംറ ചെയ്യുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിനെ മുമ്പിൽ കാണണം. അതാണ് ഇഹ്സാൻ. അതൊന്നും നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ആവോ പടച്ചോനെ? ശ്രമിക്കണം അല്ലേ? ഖൂലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മനുഷ്യന്മാരെ കൊണ്ട് കഴിയാത്തതൊന്നും അല്ലത്. അള്ളാഹിനെ ഓർത്ത് ചെയ്യണം, ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ പ്രയാസം? സാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ചോദ്യം അതല്ല. അത്രയൊന്നും ആയില്ലെങ്കിലോ നമുക്ക് ഈ ചാൻസ് നഷ്ടപ്പെടുവോ? ഇല്ല, അതിനവസരമുണ്ട്. അതിൻ്റെ അവസരമാണ് അള്ളാഹു രോഗം കൊണ്ട് പരീക്ഷിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ദഅവത്തുൽ മുസാഫിർ വൽ മരീദി വൽ മുൽത്തറി മുസ്തജാബാ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെയും നാട് വിട്ട് യാത്ര പോകുന്നവരുടെയും കഷ്ടപ്പാടിൽപ്പെട്ട് കുടുങ്ങിയ ആളുകളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബി തങ്ങൾ പറയാൻ കാരണം, ഇദാ ദഖൽത അലാ മരീദിൻ, അല്ലാമ ഇബ്നു മാജ മുഹദ്ദിസ ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ്, ഇദാ ദഖൽത അലാ മരീദിൻ, രോഗിയായി കിടക്കുന്ന ആളുടെ അരികത്ത് നിങ്ങൾ ചെന്നാൽ, രോഗിയെ സന്ദർശിക്കുക. കൊറോണ കഴിഞ്ഞാൽ പിന്നെ ഇല്ലാതെയായിപ്പോയ ഒരു സുന്നത്താണത്. മറ്റൊക്കെ രോഗിയായ പോയി കാണുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ പേടിയാ, പോയാൽ രോഗം കിട്ടുമോ? എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, അള്ളാഹ് കണക്കാക്കിയതല്ലേ നടക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമായ പ്രതിരോധങ്ങൾ സ്വീകരിക്കുക. അതിന് കുഴപ്പങ്ങൾ മാസ്ക് ഇട്ട് പോയിക്കോളൂ. വാപ്പ രോഗിയാണ്, എന്തേ പനിയാ? പനിയോ? പനിയാണെങ്കിൽ കിടക്കാൻ പറ്റൂല. ഇപ്പം എല്ലാ പനിയും കൊറോണയല്ലല്ലോ. ഇനി കൊറോണ ആണെന്ന് തന്നെ വിചാരിക്കുക. എത്ര ഡോക്ടർമാർ കൊറോണ വന്ന രോഗികളെ ചികിത്സിച്ചു, എത്ര നഴ്സുമാർ ചികിത്സിച്ചു. ഒരു രോഗിയെ ഈ പറയുന്ന ഹദീസ് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് തീരുമാനിക്കുക. ഒരു രോഗിയെ വിട്ടുന്നെങ്കിലും പോയി കാണണ്ടേ? ആ വീടിൻ്റെ വാതിൽക്കലെങ്കിലും പോയി നിന്ന് സുഖവിവരം അന്വേഷിച്ചു പോരണ്ടേ? രോഗിയാണെങ്കിൽ പിന്നെ ഒറ്റക്കാണ് അനുഭവിക്കട്ടെ. അങ്ങനെ അവർ രോഗിയാകുമ്പോൾ എൻ്റെ കൂടെ ആളുകളുണ്ട് പ്രാർത്ഥിക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട്, എനിക്ക് ദുആ ചെയ്യാൻ ആളുണ്ട്, എന്നോട് സലാം പറയാൻ ആളുണ്ട്. ഇത് കേൾക്കുമ്പോൾ എന്തൊരു സമാധാനമായിരിക്കും ഒരു രോഗിക്കെന്നറിയോ? നമ്മൾ മറന്നുപോയോ അതൊക്കെ? അതുകൊണ്ട് രോഗസന്ദർശനം എന്ന സുന്നത്ത് ഇല്ലായ്മ ചെയ്യലിന് വലിയ കൂലിയാണ്. ഹദീസ് കേൾക്കൂ, ഇദാ ദഖൽത അലാ മരീദിൻ, ഒരു രോഗിയുടെ അരികത്തേക്ക് നിങ്ങൾ ചെന്നാൽ, ഫമുർഹു യദ്ഉ ലക്, ആ രോഗിയോട് നിങ്ങൾ പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. രോഗിയോട് പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക, അവർ ചെയ്യുന്ന ദുആ മലക്കുകൾ ചെയ്യുന്ന ദുആ പോലെയാണ്. യാ അല്ലാഹ്, രോഗിയായി കിടക്കുമ്പോൾ പ്രത്യേകിച്ച്
ക്യാൻസർ പോലുള്ള രോഗം, ട്യൂമറാണെങ്കിൽ, കിഡ്നി മൊത്തം ഫെയിലിയർ ആണെങ്കിൽ, ശരീരത്തിന് വന്ന എത്രയോ മാരകങ്ങളെന്ന് തോന്നുന്ന രോഗങ്ങളിൽ ഈ ഡോക്ടർമാർ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ അത് രോഗി അറിയുക കൂടി ചെയ്യുമ്പോൾ ആ രോഗിയുടെ മനസ്സ് പിന്നെ ഭൂമിയിലല്ല നിൽക്കുന്നത്, ആകാശലോകവുമായിട്ടാണ്. റബ്ബേ, നീ എന്നെ വിളിച്ചു കൊണ്ടുപോകുമോ? നീ എന്നെ രക്ഷപ്പെടുത്തുമോ? വേദന സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ എന്ന് റബ്ബിലേക്ക് മനസ്സ് പോകുന്ന ഒരു നേരമാണത്. അവരോട് ദ്വാരക്കാൻ വേണ്ടി പറയണം. വല്യമ്മ, വല്യപ്പ, പ്രായമായ ഉപ്പയോ ഉമ്മയോ രോഗിയായി തളർന്നിരിക്കുമ്പോൾ ഒരു പരിപാടി ഉണ്ട് ആളുകൾക്ക്. എങ്ങനെ? അമ്മ കണ്ണു തുറക്കി, ഇത് ആരാ വന്നതെന്നറിയോ? വല്യമ്മക്ക് ഇപ്പൊ പേരക്കുട്ടിനെ നോക്കേണ്ട നേരമല്ല മുഅ്മിനെ. വല്യമ്മ വിഷമത്തിലാണ്. വല്യപ്പ കണ്ണ് തുറക്കാൻ പറ്റാതെ അബോധാവസ്ഥയിൽ കിടക്കുക. അപ്പൊ പറ, വല്യപ്പ കണ്ണുറക്കി, ഇതാരാ വന്നത് അറിയോ? പേരറിയോ? നാടറിയോ? ഒന്ന് പേര് വിളിച്ചു. അതൊന്നും പറയില്ലേ. അവരോട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കി. ഇനിയിപ്പോൾ അവരറിഞ്ഞിട്ടും കാര്യമില്ല, അവർക്കത് ഓർക്കാനും കഴിയില്ല. വെറുതെ ആ വല്യപ്പ ഉമ്മയും വിശ്രമിക്കുമ്പോൾ അവരെ ഉണർത്തി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി വന്ന ആളെ കാണിച്ചു കൊടുക്കലാണോ നിങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യം? അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരാളെയും നിങ്ങളത് ചെയ്യരുത്. അവിടെ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കിൻ, കലിമ ചൊല്ലിക്കൊടുക്കിൻ, അവർക്ക് ഖുർആൻ ഓതി കൊടുക്കിൻ. അവർക്ക് അല്പം ബോധമുണ്ടോ? കണ്ണു തുറക്കാൻ ചിലപ്പോൾ പറ്റൂല. അവരോട് പറയണേ, മാ ഞങ്ങൾക്ക് ദ്വാരക്കണേ, വല്യമ്മ ഞങ്ങൾക്ക് ദ്വാരക്കണേ, വല്യപ്പ ഞങ്ങൾക്ക് ദ്വാ ചെയ്യണേ. അത്ര പറഞ്ഞാൽ മതി. നിങ്ങളെ പേരും നാടൊന്നും പറഞ്ഞിട്ടോ അതൊന്നും ദിക്റല്ല. നിങ്ങളെ പേര് ദിക്റ? നിങ്ങളെ നാട് പറഞ്ഞാൽ ദിക്റാവോ? അവരല്ലാഹുലേക്കുള്ളൊരു ചിന്തയില്ല. അവരിനി ദുന്യാവുക്ക് തിരിച്ചു വരൂല എന്ന ഓർമ്മയിലാണ് കിടക്കുന്നത്. അവർക്ക് എന്ത് നിങ്ങളുടെ പേര് ഹിഫ്ളാക്കിയിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കരുത്. അവരോട് ദ്വാരപ്പിക്കും നിങ്ങൾ. അവർക്ക് ബോധമുണ്ടെങ്കിൽ അവരോട് പറയണേ, ഫമുർഹു യദ്ഉഹു ലക്, അവരോട് പറയണേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്തുകൊണ്ടെന്നറിയോ? ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക, അവരുടെ ദുആ മലക്കുകളുടെ പ്രാർത്ഥന പോലെയാണ്. അല്ലാഹു സ്വീകരിക്കും. മലക്കുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. രോഗികളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. രോഗികളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഏതുപോലെ ഇബാദത്ത് കൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഇഹ്സാനിലൂടെ അടുക്കുന്നത് പോലെ തന്നെയാണ് കുറച്ചു കാലം രോഗിയായി കിടക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്നത്. നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരമുണ്ട്. യാത്ര ചെയ്യുന്ന ആള്, ഹലാലായ യാത്ര, റിസ്ഖ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര, തിന്മയിലേക്കുള്ള യാത്രയല്ല. മുൽത്തർ, വീടില്ല, വീട്ടുകാർക്ക് അസുഖമാണ്, കടം കൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ്, ശാരീരിക അസ്വസ്ഥതകളുണ്ട്, എല്ലാ നിലക്കും പ്രയാസത്തിലാണ്. അല്ലാഹു ഉത്തരം കൊടുക്കുന്നതാണ്. എന്തേ? മനസ്സിൽ പിന്നെ എന്നെ കൈപിടിച്ചാലും എനിക്ക് എന്നെ രക്ഷിക്കാൻ എൻ്റെ റബ്ബിനെ കഴിയൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മനസ്സ് കൊടുത്ത് കഴിയുന്നൊരു നേരമുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ. ചില രംഗങ്ങളിൽ ഖൽബ് കൊണ്ട് മുഴുവൻ നമ്മൾ ദുന്യാവിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവും, അള്ളാഹുലേക്ക് മനസ്സ് പോകും. പ്രത്യേകിച്ച് ചില രോഗങ്ങളിലൊക്കെ മരിക്കോ എന്ന് പേടിച്ചു, അങ്ങനല്ലേ ചില ആളുകൾ. ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് പറയും. എന്താണ് ആ കിടപ്പൊക്കെ? അവരൊക്കെ ദുആ ഇറക്കാൻ വേണ്ടി പറയണം. അവർക്കും അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠതയാണിത്. യാ റബ്ബ് യാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك لا وقفين بطهرك. بسم الله الرحمن الرحيم. وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. സയ്യിദത്തുനാ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ ഏതോ ഒരു മലക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ് ഇവിടുത്തെ പ്രബലമായ അഭിപ്രായം, മഹദിയുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. മൻ ഗാബ ഫീ ദിൽ ഹദറത്തിൽ മുബാറക റആ ബിഹാ ജവാഹിറൽ മലായിക മുശാഹിദൻ അർവാഹൽ അംബിയാഇ മുഖാലിതൻ ഫീഹാ ലിൽഔലിയാഇ. മലക്കുകളെ നമുക്ക് കാണുക സാധ്യമാണോ അല്ലയോ? മലക്കുകളെ കാണാൻ കഴിയോ? മുംകിനാണോ അല്ലയോ? ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പോസിബിൾ, സാധ്യമാണ്. അല്ലാഹു അങ്ങനെ
അവരവസരം നൽകുകയാണെങ്കിൽ കഴിയും, മലക്കുകളെ കാണാൻ കഴിയും. അവരുടെ യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ 2 തവണ ഹബീബായ നബി തങ്ങൾ കണ്ടുവന്നാണ്. അത് നബി തങ്ങളുടെ ഖാസ്വാൻ. ജിബ്രീൽ തങ്ങളെ അതേ രൂപത്തിൽ കാണൂല. ഹംസ റളിയല്ലാഹു അൻഹു ജിബ്രീൽ തങ്ങളെ കണ്ടിട്ടുണ്ട് വേറൊരു രൂപത്തിൽ. ഉമർ തങ്ങൾ കണ്ടിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. ദഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയുടെ രൂപത്തിൽ ഒരുപാട് സ്വഹാബികൾ കണ്ടിട്ടുണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ. യഥാർത്ഥ രൂപം 600 ജനാഹ്, 600 ചിറകുകളാൽ ആകാശലോകങ്ങളുടെ ചക്രവാളങ്ങൾ. ഹി ഫിൽസ് ദ എൻറ്റയർ ഹൊറൈസൺ. അങ്ങനെ നബി തങ്ങൾ കണ്ടത് 2 തവണയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജിബ്രീൽ തങ്ങളെ വേറെ ആർക്കും കാണാൻ കഴിയില്ല. ഹുവ മിൻ ഖവാസിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു, നേരിട്ട് കണ്ടു മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. എന്തേ? ആത്മീയ വിശുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു കാണാനുള്ള അവസരം തരും. ആത്മവിശുദ്ധി, ഇത് ഞാൻ പറയുന്നത്, ഈ വിഷയം ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതല്ല എന്നെനിക്കറിയാം. പക്ഷേ ഇതിൽ ഒരുപാട്, നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാ, നിങ്ങൾക്കിത് ജീവിതത്തിലേക്ക് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് തൗഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ. സാധ്യമാകുന്നൊരു കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ ഇച്ചിരി അള്ളാഹുലേക്ക് കൂടുതലൊന്ന് അടുക്കണമെന്ന് മാത്രം. ഖുർആനിലേക്കും റബ്ബിലേക്കും കൂടുതൽ അടുത്താൽ ഈ കാണാത്ത ഒരു ലോകത്തെ നമുക്ക് കാണാൻ കഴിയും. അത് കാണാതിരിക്കുമ്പോഴതൊന്നും ഇല്ല 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 എന്ന് പറഞ്ഞ് നടക്കാം. ഇത് കാണുന്നവർ, അവർക്കിത് എളുപ്പം. ഞാനീ പറയുന്നത് ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. മൻ ഗാബ ഫീ ദിൽ ഹളറത്തിൽ മുബാറക, അല്ലാഹുവിൻ്റെ ബറക്കത്തുള്ള റബ്ബിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളെങ്ങാനും അതിൽ അദൃശ്യരാണെങ്കിൽ, അതിലങ്ങ് ഗായിബ, അതിലൊന്ന് ആണ്ടുപോണ്ടുപോയാൽ, റആ ബിഹാ ജവാഹിറൽ മലായിക, നാവുകൊണ്ട് അനാവശ്യങ്ങൾ പറയാതെ, കണ്ണുകൊണ്ട് ഹറാമ് നോക്കാതെ, കാതുകൊണ്ട് തിന്മകൾ കേൾക്കാതെ, മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ ഈ കേരളത്തിലുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്, പല നാടുകളിലുമുണ്ട്. എണ്ണം കുറവാണ്. പക്ഷേ അത്തരം ആളുകളുടെ സാന്നിധ്യമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു സംരക്ഷണം നൽകുന്നത്. അവരുടെ സാന്നിധ്യമാണ്. അവർ മരിച്ചുപോയാൽ അത്തൽ ഉമ്മത്തമാ യുഅദൂൻ, നമുക്ക് നൽകപ്പെട്ട എല്ലാ താക്കീതുകളും അവിടെ വരുമെന്നാണ്. അതാണ് നമ്മൾ പേടിക്കുന്നത്. നല്ല മനുഷ്യരുടെ സാന്നിധ്യം നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ നിലക്ക് ഇവിടെ ഇരിക്കുന്നത്. കുഴപ്പമില്ലാണ്ട് അള്ളാഹു ആ സ്വലാഹും നന്മയും എന്ന് നിലനിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മുശാഹിദൻ അർവാഹൽ അംബിയാ, അംബിയാഇന്റെ ആത്മാവുമായി നിങ്ങൾക്ക് ദൃശ്യം സാധ്യമാകും. യാ അല്ലാഹ്, മുഖാലിസൻ ഫീഹാ ലിൽ ഔലിയാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുമായും നിങ്ങൾക്ക് ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും. ഒരു മഖാമ സന്ദർശിക്കുമ്പോഴേ നമ്മളൊക്കെ അവിടെ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പോരും, അല്ലേ? ഒരു നല്ല മഹാനായ മനുഷ്യൻ്റെ ഹദറത്ത് നിന്ന് ദുആ ചെയ്യാൻ. പക്ഷെ അവിടെ ചെന്ന് അവിടെയുള്ള ആളുകളുമായി, കിടക്കുന്ന മഹാന്മാരുമായി ആശയവിനിമയം അവരുടെ റൂഹുമായി നടത്താൻ കഴിയുന്ന ആളുകളുണ്ട്. മഹാനായ ശംസുൽ ഉലമ അങ്ങനെ ചെയ്തിരുന്നുവെന്ന് എത്രയോ ആളുകൾ കണ്ടതാണ്. അവിടെ കിടക്കുന്ന ആളുകൾ അവിടെ ഇരുന്നിട്ട് അവരുമായി സംസാരിക്കുന്നു. നമ്മുടെ മാലിക് ദീനാർ മഖാമിലെ തളങ്കരയിലെ അവിടെ ഇരുന്ന് മഹാനുമായി ആത്മീയ ബന്ധം, ആ ഒരു റൂഹുമായുള്ള സംസാരം നടത്തിയ എത്രയോ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്കത് സാധ്യമാകും. നമുക്കൊന്നത് ഒന്നും അറിയണില്ല. അവിടുത്തെ ആ പുതച്ചതും അവിടുത്തെ ആ ഒരു പളവളപ്പം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മളതും പറഞ്ഞങ്ങ് പോരാണ്. നമുക്ക് അത്രയേ ആയിട്ടുള്ളൂ എന്ന് മാത്രം. പക്ഷേ അവിടെ ഉള്ളത് അത് മാത്രമല്ല. അവിടെയുള്ളൊരു ആത്മീയ സാന്നിധ്യം, അതനുഭവിക്കാൻ കഴിയുമാത്രമുള്ള ഒരാത്മീയ വിശുദ്ധി. ഇതൊക്കെ ദീനിലുള്ളതൊന്നും വിദഗ്ധത്വം ശിർക്കും അല്ലേ ഈ പറയുന്നത്. അതറിയാത്തവർക്ക് ഇത് അറിയാത്തൊരു ലോകമാണ്. എന്നെ സംബന്ധിച്ചോളം എഞ്ചിനീയറിംഗ്, മെഡിസിൻ എനിക്കറിയില്ല, അതിന് ഒരു ABCD അറിയില്ല. പക്ഷെ എനിക്കറിയാത്തത് ഞാൻ ഇല്ല എന്ന് പറയാൻ പാടില്ല. ഒരുപാട് ഡോക്ടർമാരില്ല, ഒരുപാട് എഞ്ചിനീയേഴ്സ് ഇല്ല ഇവിടെ. എനിക്കറിയില്ല എന്ന് വിചാരിച്ച് ഞാനതിൽ ജാഹില, അത്രേ എനിക്ക് പറയാൻ പാടുള്ളൂ. എന്ന പോലെ ഈ ഒരു ലോകം അറിയുന്ന, അതൊക്കെ ദീനിൻ്റെ ബൗണ്ടറിൻ്റെ അകത്ത് കിടക്കുന്ന കാമ്പാണ്. ഈ കാമ്പില്ലാതെ നമ്മളിങ്ങനെ പുറമേയുള്ളൊരു ലോകത്താണ് ഇങ്ങനെ നടക്കുന്നത്. നിസ്കാരം, നോമ്പ്, ദിക്റൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അതുകൊണ്ട് കിട്ടേണ്ട ഒരു ആത്മീയമായൊരു വിശുദ്ധിയുണ്ട്. അത് കിട്ടാതെ പോവുക. സിയാറത്തിന് പോകുമ്പോഴും അങ്ങനെ നമ്മൾ ഇത്ര സ്ഥലത്തൊക്കെ പോയി എന്ന് പറയാന്നല്ലാണ്ട് അവിടെ കിടക്കുന്ന മഹാന്മാരുമായി ഒരാത്മീയ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സിയാറത്തിൻ്റെ കൂലി കിട്ടും. പക്ഷേ
അതൊരു വലിയ വിഷയമാണത്. അത് സാധ്യമാകുന്ന എത്രയോ ആളുകൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് നൽകട്ടെ. അത്രമാത്രമുള്ളൊരു ഹൃദയവിശുദ്ധിയിലേക്ക് അള്ളാഹു നമുക്ക് ഉയരാൻ തൗഫീക്ക് ചെയ്യട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹ കുളിച്ച് വൃത്തിയായി വരുമ്പോൾ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നാം അവരിലേക്ക് അയച്ചു, മറിയം ബീവിയിലേക്ക്. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, പൂർണ്ണ മനുഷ്യനായി നല്ല സുമുഖനായ യുവാവായി മറിയം ബീവിയുടെ മുമ്പിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. മറിയം ബീവി ഇത് കാണുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് ജെറൂസലേമിലാണ്. ജെറൂസലേം എന്ന് പറഞ്ഞാൽ അമ്മാൻ ജോർഡാൻ ബോർഡറിൽ നിന്നൊരു 35 കിലോമീറ്റർ അപ്പുറത്ത്. ഇതൊക്കെ ഇന്ന് പോയാൽ കാണുന്ന നാടാന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഏതോ ഐതിഹ്യങ്ങൾ പുരാണങ്ങൾ കിടക്കണമെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഭൂമിയിൽ നടന്ന സ്ഥലങ്ങളാണ്. മറിയം ബീവി ജനിച്ചതും നടന്നതും പ്രസവിച്ചതും ഒക്കെ ആ ഒരു 10-30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സന്ദർശിക്കാൻ കഴിയും. പൂർണ്ണ മനുഷ്യനായി സുമുഖനായ മനുഷ്യനായി വന്നു. എന്തിനങ്ങനെ വന്നു? മലക്കായി അവതരിച്ചിരുന്നുവെങ്കിൽ, വേറെ രൂപത്തിലാണെങ്കിൽ മറിയം ബീവി പേടിച്ചു പോയേനെ. യുവതിയാണ് മറിയം ബീവി, 20 വയസ്സിൽ താഴെയാണ് പ്രായം. സുമുഖനായൊരു ചെറുപ്പക്കാരനാണ്. എന്താണ് പറയുന്നത് എന്ന് ഒരു മനുഷ്യ രൂപത്തിൽ വന്നാലല്ലേ ഒരാൾ കേൾക്കാൻ നിൽക്കൂ. ഒരു ജിന്നു രൂപത്തിലോ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ പേടിച്ചോടൂലേ, ബോധം കെട്ടി വീഴൂലേ? അപ്പോൾ പേടിക്കാതിരിക്കാൻ മറിയം ബീവിയുടെ മുമ്പിലേക്ക് ബശറൻ സവിയ്യ, നല്ല സുമുഖനായ ചെറുപ്പക്കാരനായിട്ടാണ് വന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ, ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, നമുക്കൊരുപാട് പാടുണ്ട് ഇവിടെ. 10th-നും 11th-നും 12th-ലും ഡിഗ്രിക്കും PG-ക്കും ഒക്കെ പഠിക്കുന്ന നമ്മുടെ പെൺമക്കളെ, നമ്മളൊക്കെ ഒന്ന് കേൾക്കണേ. നിങ്ങളെപ്പോലെയുള്ളൊരു ചെറുപ്പക്കാരിയും അതിസുന്ദരിയും. എന്താ ആ ജോർഡാൻ, ലബനാൻ, സിറിയ ആ ബെൽറ്റിലൊക്കെ ഉള്ള സൗന്ദര്യം എത്രയാന്ന്? അതിസൗന്ദര്യമുള്ള മനുഷ്യന്മാർ. എനിക്കൊന്ന് യൂറോപ്പിലേറൊക്കെ എത്രയോ സൗന്ദര്യമുള്ള മനുഷ്യന്മാരായിരിക്കും ആ ഒരു ബെൽറ്റിൽ. നമ്മുടെ നോർത്ത് വെസ്റ്റേൺ അറേബ്യയിൽ നിൽക്കുന്ന ആളുകൾ, ഷാമിൻ്റെ ഭാഗത്തുള്ള മനുഷ്യന്മാർ അതിസൗന്ദര്യമുള്ളവരാണ്. അവരിൽപ്പെട്ട ഒരാളാണ് മഹദി റളിയല്ലാഹു അൻഹ, മറിയം ബീവി. എത്ര സൗന്ദര്യം ഉണ്ടായിരിക്കും മറിയം ബീവിക്ക്. ആ സുന്ദരിയായ മറിയം ബീവിയുടെ മുമ്പിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സമയായില്ലേ? ഉസ്മാൻ വെള്ളിപ്പാടി നമ്മുടെ സുഹൃത്താണ്, ദുബൈക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു ഖൈറായ ജോലിയും മൈഷത്തൊക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. സമയമായി എന്ന് അറിയിക്കുകയാണ്. എനിക്ക് 12-12:15 ട്രെയിൻ പോവേണ്ടതുണ്ട്. കാസർഗോഡ് നിന്ന് എത്തൂലേ? അവർ എത്ര മണിക്ക് നിർത്തണം? 12 മണിക്ക് നിർത്തണം. ബ്രേക്ക് ഇടാനായല്ലോ. 12 മണിക്ക് 12 മിനിറ്റേ ഉള്ളൂ. ഒരു 5 മിനിറ്റും കൂടെ. മഹദി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് വന്നപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തൊരു മറുപടിയുണ്ട്. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. സുമുഖനായ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഫോൺ നമ്പർ ഉണ്ടോ? ഇതല്ല മറിയം ബീവി ചോദിക്കണത്. മറിയം ബീവിയുടെ ചോദ്യം, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലയോ ചെറുപ്പക്കാരാ? അഊദു ബില്ലാഹി മിൻക ഇൻ കുൻത തഖിയാ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരനാണോ? ഒന്ന് മാറി നിൽക്കാൻ, എനിക്ക് പോകണം ഇവിടുന്ന്. മറിയം ബീവി വിവാഹപ്രായമെത്തിയൊരു പ്രായത്തിലാണത് എന്ന് ആലോചിക്കണം. അവര് കന്യകയാണ്. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, നമുക്കൊക്കെ ജീവിതത്തിലുള്ള ശാരീരികമായ വളർച്ചയും ഹോർമോണുകളൊക്കെ ഉള്ള കാലമാണത്. മറിയം ബീവി അവരൊരു മഹദിയാണ്, ഒരു സ്ത്രീയാണ്. അള്ളാഹു മഹദിയെ ലോകത്തുള്ള പെണ്ണുങ്ങളുടെ ഏറ്റവും ഉന്നതിയിലേക്ക് അള്ളാഹു ഉയർത്തി. അള്ളാഹു അവരെ ഉയർത്തിയിരിക്കുകയാണ്. ഖദീജ ബീവിയെയും മറിയം ബീവിയെയും ആസിയ ബിൻത് ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹയെയും ആസിയ ബിൻത് മുസാഹിം ആസിയ ബീവിയെയും ഒക്കെ അള്ളാഹു ഒരുപാട് ഉയർത്തി. അവരൊക്കെ ചെയ്ത ത്യാഗം വലുതാണ്. മറിയം ബീവി അവിടെ നിന്ന് പറഞ്ഞ വാക്കെത്ര മനോഹരമാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം, മറിയമേ, ഞാൻ മനുഷ്യനല്ല, നീ പേടിക്കണ്ട, ഞാൻ മനുഷ്യനല്ല. നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. എനിക്കോ കുഞ്ഞോ? പടച്ചോനെ, വലം യംസസ്നി ബശർ, നോ മാൻ ഹാസ് ടച്ച്ഡ് മീ.
ഞാൻ വ്യഭിചരിച്ചിട്ടില്ല അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടതിന് പകരം മറിയം ബീവി ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ സെക്ഷൽ ടേസ്റ്റുള്ള വാക്കുകൾ പറയാൻ പാടില്ലെന്നാണ്. അത് വാഴ പറയുന്നവരും പറയരുത്, പ്രസംഗിക്കുന്നവരും പറയരുത്, അല്ലാത്തവരും പറയരുത്, എഴുതും ചെയ്യരുത്. മറിയം ബീവി പറഞ്ഞ വാക്ക് ലം യംസസ്നി ബശർ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഒരു പുരുഷനും എന്നെ സ്പർശിക്കാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? സ്പർശിക്കാന്ന് ഉദ്ദേശിച്ചത് ആ ഒരു വിവാഹത്തിലൂടെ നടക്കുന്ന ബന്ധപ്പെടലാണ്. അതിന് മറിയം ബീവി ഉപയോഗിച്ച വാക്ക് എത്ര മനോഹരമാണ്. ഞാൻ എങ്ങനെ പ്രസവിക്കും? വലം യംസസ്നി ബശർ വലം അകു ബഗിയ, ഐ ആം നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഞാനൊരു വ്യഭിചാരം ചെയ്യുന്ന പെണ്ണല്ലല്ലോ, എന്നെ ഒരു പുരുഷൻ വിവാഹം ചെയ്തിട്ടുമില്ല, എന്നിട്ട് എനിക്ക് കുട്ടിണ്ടാവേ? അപ്പൊ പറഞ്ഞു കദാലിക ഖാല റബ്ബുകി, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ ജൈബ് എന്ന് പറഞ്ഞ പോക്കറ്റ് എന്നാണ്. ഈ കന്തുറൊക്കെ ഉള്ള ഈ പോക്കറ്റ് ഉണ്ടല്ലേ, ഈ പോക്കറ്റിനാണ് ജൈബ് എന്ന് പറയാ. മറിയം ബീവി ഇട്ടിരുന്ന കുപ്പായത്തിന്റെ സൈഡിലുള്ള ഒരു പോക്കറ്റ്, ആ പോക്കറ്റിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുമായി നഫഖ ഊതുകയാണുണ്ടായത്. അതാണ് ഒരു അത്ഭുതമെന്നോണം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കൺസെപ്ഷനായി ഇൻസെപ്ഷൻ നടക്കുന്നത്, അവിടെ ഗർഭധാരണമുണ്ടാകുന്നത്. റളിയല്ലാഹു അൻഹു. എന്നല്ലാതെ ഒരു പുരുഷൻ മറിയം ബീവിയെ തൊട്ടിട്ടില്ല, ജിബ്രീൽ അലൈഹിസ്സലാം തൊട്ടിട്ടില്ലല്ലോ. മറിയം ബീവിക്ക് റൂഹ് ഊതിയത് മറിയം ബീവിയുടെ ജൈബിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അതാണ്. എന്നല്ലാതെ മറിയം ബീവിയുടെ രഹസ്യസ്ഥാനത്തല്ല റൂഹൂതി കൊടുത്തത്, ജൈബിലാണ്. ജൈബ് എന്ന് പറഞ്ഞ അശ്ശഖു ഫി ഥൗബ്, വസ്ത്രത്തിലുള്ള കീറൽ എന്ന പോക്കറ്റ്, അത് അവിടെയാണ് ഊതിക്കൊടുത്തത്. അങ്ങനെ അത്ഭുതകരമായ ഗർഭധാരണമുണ്ടായി. ആ കുഞ്ഞാണ് ലോകത്തിന്റെ അന്ത്യപ്രവാചകർ വരുന്നു എന്ന് ലോകത്തിന് വിളിച്ചറിയിക്കാൻ വന്ന മുബശ്ശിർ, സുവിശേഷകനായി വന്ന. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സുവിശേഷകൻ. ഏത് വിശേഷം? പുണ്യനബി അന്ത്യപ്രവാചകരായി വരുന്നു എന്ന വിശേഷം ലോകത്തിന് പറയാൻ വന്ന മഹാനായ ഈസ നബി അലൈഹിസ്സലാം. ജിബ്രീൽ തങ്ങളെ മറിയം ബീവി ഇവിടെ കണ്ടു. അതിനു മാത്രം ചാരിത്രശുദ്ധി ആ മഹദി സൂക്ഷിച്ചതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിലെ സുന്ദരനായ സ്വഹാബിയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത് എത്രയോ സ്വഹാബിമാർ കണ്ടിട്ടുണ്ട്. ഹദീഥു ജിബ്രീൽ എന്ന് പറയുന്ന ഹദീഥിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ നബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 80ഓളം ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരനുഭവം. ജിബ്രീൽ തങ്ങൾ മനുഷ്യരൂപത്തിൽ വന്നല്ലോ, വെള്ള വസ്ത്രമിട്ടിട്ട് ഈമാനും ഇസ്ലാമും ഇഹ്സാനും ചോദിച്ചു. ഖിയാമത്ത് നാൾ എപ്പോഴാ ചോദിച്ചു, അതിൻ്റെ അടയാളം എന്തൊക്കെയാണ് ചോദിച്ചു. ഇന്നഹു അതാ ഹാദാ ജിബ്രീൽ, ഉമറേ ആ എഴുന്നേറ്റ് പോയ മനുഷ്യനെ കാണുന്നുണ്ടോ എന്ന് നോക്കണേ. പുറത്ത് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ പറഞ്ഞു ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വന്നതായിരുന്നു. അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു വന്നത് മനുഷ്യരൂപത്തിൽ. സ്വഹാബിമാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മലക്കുകളെ കാണുന്നത് സാധ്യമാണ് എന്ന് തന്നെ പറയാം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ, ഹുസൈൻ അല്ല, സീനല്ല, സ്വാദ്, ഹുസൈൻ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവസാനകാലം ഇറാഖിലായിരുന്നു. മഹാനവറുകൾ 30 കൊല്ലത്തോളം രോഗത്തിൽ കിടന്ന കിടപ്പിലായി പോയ സ്വഹാബിയാണ്. 30 കൊല്ലം ബെഡില, എണീക്കാൻ പറ്റിയിട്ടില്ല, അസുഖമാണ്. ആളുകൾ ചോദിച്ചു, ഇമ്രാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ രോഗം മാറാൻ? 30 കൊല്ലത്തിനിടക്ക് മഹാൻ ചോദിച്ചില്ല എന്നാ, അല്ലാഹു എനിക്ക് അസുഖം മാറ്റിത്തരണേ, ചോദിച്ചില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ദ്വാരുന്ന ഉത്തരം കിട്ടൂലേ, നിങ്ങൾ രോഗാവസ്ഥയിലല്ലേ കിടക്കണത്, ദ്വാരക്ക് അല്ലാഹുമ്മ ശ്ഫിനി, പഠിച്ചവനെ എനിക്ക് ശിഫ തരണേ. പിറ്റേത്തെ വക്തിന് തന്നെ മഹാൻ നിസ്കാരത്തിന്റെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, അല്ലാഹ് ആ രോഗം എനിക്ക് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞു. പിന്നെ മാറിയിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ മരിച്ചത്. ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? രോഗം മാറിയ പിന്നെ ആരെങ്കിലും ഉണ്ടോ ആ രോഗം തിരിച്ചു വേണമെന്ന് പറയാ? അപ്പൊ പറഞ്ഞു, ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ഒരുപാട് ആളുകൾ സലാം അലൈക യാ ഇമ്രാൻ, ഇമ്രാനെ സുഖം തന്നെയല്ലേ, എന്താ നിങ്ങളെ വിവരം എന്ന് പറഞ്ഞ് രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പും ഉറങ്ങി എണീറ്റാലും കുറെ ആളുകൾ വന്ന് എൻ്റെ കൈ പിടിച്ച് സലാം പറയാറുണ്ടായിരുന്നു. രോഗം മാറി നോക്കുമ്പോൾ അവരൊന്നും വരുന്നില്ല, അവരല്ലാഹുവിൻ്റെ മലക്കുകളായിരുന്നു എന്നെനിക്കിപ്പോൾ മനസ്സിലായി.
പിന്നെ രോഗം തിരിച്ചു കിട്ടിയപ്പോൾ മരിക്കണവരെ ആ സലാം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു എനിക്കിനി കുറേ നീച്ചടന്നിട്ട് എന്താ, അള്ളാന്റെ മലക്കുകളൊക്കെ കൈപിടിച്ച് സലാം പറയാന്ന് പറഞ്ഞു. എനിക്ക് അതല്ലേ വേണ്ടത്. അങ്ങനെ രോഗം തിരിച്ചു വാങ്ങിയ സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. നമ്മളോടൊപ്പം അങ്ങനെ രോഗം വേണമെന്ന് അള്ളാഹിനോട് ചോദിച്ചേക്കണ്ടേ? അള്ളാഹിനോട് ശിഫ തന്നെ ചോദിച്ചാൽ മതി. നമുക്കൊന്നും അത് ക്ഷമിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് ദാരിദ്ര്യം ചോദിക്കണ്ട. നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലേ? നമ്മൾ പറയാറുണ്ടത്, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ. നമ്മളെങ്ങാനും തോരുന്ന കയ്യിലെ പൈസ പോയാൽ നമ്മളെ കോലം മാറും. ഈമാൻ വരെ പോയി പോകും. പിന്നെ ആരെങ്കിലും വല്ല പാൽപ്പൊടി തന്ന ഓല പിന്നാലെ പോകും. അവരുടെ മതം എന്താണോ അത് നമ്മൾ സ്വീകരിച്ചേക്കും. എന്ത് ദാരിദ്ര്യമല്ലേ? ദാരിദ്ര്യത്തിൽ ക്ഷമിക്കാൻ കഴിയണം. അത് നബിക്ക് ക്ഷമിക്കാൻ കഴിയും, നമ്മൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളോട് അള്ളാഹുവിനോട് ഐശ്വര്യം ചോദിക്കാനാണ് പറഞ്ഞത്, ദാരിദ്ര്യം ചോദിക്കരുത്. അത് നബിയുടെ ഖാസ്വായ ദുആയാണ്. അങ്ങനെ നബി ദുആ ചെയ്തു, ശരിയാണ്. പക്ഷെ നമുക്ക് വരക്കാൻ പറ്റാത്ത ദുആകളുണ്ട്. തങ്ങൾക്ക് മാത്രമുള്ള ദുആയാണ്, തങ്ങളുടെ ഖവാസിൽപ്പെട്ടതാണത്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. തങ്ങൾക്ക് ഖാസ്വാണെന്നാണ്. അതിനെ സംബന്ധിച്ച് മഹാനായ അലവി മാലിക്കി മക്കി അടുത്ത കാലത്ത് വഫാത്തായ മഹാന, അവരൊക്കെ അവരുടെ കിതാബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. യാ അല്ലാഹ്, സമയമായി ദുആരന്ന് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്കെ സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ, ഹംസ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, ആ ജിബ്രീൽ അലൈഹിസ്സലാമില്ലേ നബി, അങ്ങടുത്ത് ഇങ്ങനെ ഖുർആനേറ്റ് വരുന്ന ജിബ്രീൽ തങ്ങൾ, എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു ഹംസ റളിയല്ലാഹു തആല അൻഹു. ഇമാം ബൈഹഖി ദലായിലുൻ നുബുവയിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ കഅബാലയത്തിന്റെ ഉള്ളിലാണ് നബി തങ്ങളും ഹംസ തങ്ങളും. നബിയുടെ എളാപ്പയാണ് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ശുഹദാക്കളുടെ നേതാവ്. വബിഹംസതൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. ശുഹദാക്കളുടെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹു. അവർ ഷഹീദായപ്പോൾ നബി തങ്ങൾ അത്രമേൽ വേദനിച്ചിട്ടുണ്ട്. നബി തങ്ങൾ, ഹംസ തങ്ങളുടെ വഫാത്താണ് ഉഹദിൽ നബി തങ്ങൾക്ക് ഏറ്റവും വലിയ വേദന. ഏതായിരുന്നാലും ഹംസ തങ്ങൾ അതിൻ്റെയൊക്കെ മുമ്പ് നബിയോട് ചോദിച്ചു, നബിയെ, അരിനീ ജിബ്രീൽ അലൈഹിസ്സലാം ഫീ സൂറതി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഖുഉദ്, ഇവിടെ ഇരിക്കിൻ ഹംസ തങ്ങളെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫനസല ജിബ്രീലു അലൈഹിസ്സലാം അലാ ഖശബത്തിൻ കാനത് ഫിൽ കഅബ. കഅബാലയത്തിന്റെ ഉള്ളിലെ ഒരു മരത്തടി ഉണ്ടായിരുന്നു, ഒരു മരത്തിന്റെ കഷ്ണം. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി അവിടെ ഇരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇർഫഅ തറഫക ഫൻദുർ, ആ മരത്തിലേക്ക് നോക്കിക്കോ, കാണുന്നില്ലേ? ഉൻദുർ, നോക്കിക്കോ. ഫറഫഅ റഅസ, അപ്പോൾ മേലെയുള്ളൊരു മരമാണ്, അവിടെ വെച്ചൊരു മരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു കണ്ണുയർത്തി. ഫറആ ഖദമൈഹി മിഥല സുമർറദിൽ അഖ്ദർ, പച്ച മരതക കല്ല് പോലെ, ഡയമണ്ട് പോലെ പച്ചയായിട്ട് രണ്ട് കാലുകൾ ഹംസ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് കണ്ടു. പുണ്യനബി തങ്ങൾ നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സംഭവം ദലായിലുൻ നുബുവയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഹദീസ് പണ്ഡിതനാണ്. വറഖത്ത് ഇബ്നു നൗഫൽ, പുണ്യനബി തങ്ങളുടെ നുബുവത്തിന്റെ ആരംഭത്തിൽ തങ്ങൾക്ക് ആശ്വാസം പകർന്ന ഖദീജ ബീവിയുടെ അമ്മായിന്റെ മോനാണ് വറഖത്ത് ഇബ്നു നൗഫൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. വറഖത്ത് ഇബ്നു നൗഫൽ അന്ന് മൂത്താപ്പാന്റെ അമ്മായിയുടെ മകനാണ്. പക്ഷേ പ്രായം ഉണ്ടായിരുന്നു, കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയിട്ടുണ്ട്, 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇസ്മാഈൽ ഇബ്നു അഖീഖ്, നിങ്ങളുടെ സഹോദരന്റെ മകൻ, അവരുടെ വർത്തമാനമൊന്ന് കേൾക്കണേ എന്ന് പറഞ്ഞ് ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ഓതിക്കൊടുത്തതും ആ ചരിത്രമൊക്കെ ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഖദീജ ബീവി പറഞ്ഞു, എൻ്റെ റസൂൽ, എൻ്റെ ഭർത്താവ്, റസൂൽ എന്ന് പറയാനായില്ല, ഖദീജ ബീവിക്ക് അറിയില്ലല്ലോ, എൻ്റെ ഭർത്താവ് വറഖാ, അവരെ എന്നോട് പറഞ്ഞു, ആ വന്ന ആള് സുബ്ബൂഹൻ 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 എന്ന് ആ മലക്കിനെ, ആ ആളെക്കുറിച്ച് എൻ്റെ റസൂല് പറയാറുണ്ട്. സുബ്ബൂഹൻ സുബ്ബൂഹൻ. സുബ്ബൂഹൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരുപാട് തസ്ബീഹ് ചൊല്ലുന്ന ആളെന്നാണ്. സുബ്ബൂഹൻ സുബ്ബൂഹൻ. അപ്പൊ വറഖത്ത് ഇബ്നു നൗഫൽ പറയാൻ, അന്നാ ലി ജിബ്രീൽ അലൈഹിസ്സലാം ഫി അർദിൽ ഔഥാൻ, ബിംബങ്ങൾ വെച്ച് ആരാധന നടക്കുന്ന ഈ നാട്ടിൽ എന്തിനാണ് ജിബ്രീൽ തങ്ങൾ വരേണ്ട കാര്യം? സുബ്ബൂഹൻ എന്ന് പറയുന്നത് ജിബ്രീലാണല്ലോ. അന്നാമൂസുൽ അക്ബർ, അങ്ങനെയാണ് ജിബ്രീൽ തങ്ങൾ അറിയപ്പെടുക. അന്നാമൂസുൽ അക്ബർ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അവരെ പറ്റി അവരാണല്ലോ സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ. പക്ഷേ
സുബ്ബൂഹായ ജിബ്രീൽ അലൈഹിസ്സലാം ഈ മക്കയിൽ, ഈ കഅബയിൽ ഇങ്ങനെ ബിംബാരാധന നടക്കുന്ന കാലത്ത് ഇവിടെ വരേണ്ട വല്ല അവസ്ഥയുണ്ടോ? ഖദീജ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ആ ഒരു മാലാഖയാണ്, ജിബ്രീലാണ് ഈ സുബ്ബൂഹ് എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മാലാഖ വരുമ്പോഴേ നിങ്ങളുടെ റസൂലിന് ഖുർആൻ വരുമ്പോ അറിയാലോ, ആദ്യം ഇത് വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങൾ അന്ത്യപ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. വീണ്ടും ഖദീജ ബീവി വറഖയുടെ മുമ്പിൽ വന്ന് വിശദീകരണങ്ങൾ കൊടുക്കുന്ന കാലമാണിത്. അപ്പോഴാ പറയുന്നത് ആളെക്കുറിച്ച് സുബ്ബൂഹൻ എന്ന് നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, ഖദീജ, മാലാഖ വരുന്ന നേരം നിങ്ങൾ ആ റൂമിലുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുടിയിൽ ഒരൽപ്പം നിങ്ങളൊന്ന് വെളിവാക്കുക. ഹിമാർ ഇട്ടിട്ടുണ്ടാവുമല്ലോ, എന്ത് ചെയ്യുക, തലമുടി, ഭർത്താവിന്റെ മുമ്പിലല്ലേ തലമുടി കാണിക്കാലോ. അത് യഥാർത്ഥ ജിബ്രീലാണെങ്കിൽ, അത് മലക്കാണെങ്കിൽ ആ മലക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷനാവും. അങ്ങനെ ഒരു പെണ്ണിന്റെ ഒരു ഔറത്ത് ഒരു മലക്കും അവിടെ നോക്കി നിൽക്കില്ല. അവർക്കത് കണ്ടുകൊണ്ട് വികാരമിളകുന്നത് കൊണ്ടല്ല, ഹയാഅൻ, അള്ളാഹു നൽകിയൊരു നാണം അവർക്കുണ്ട്, അതുകൊണ്ട് അവർ നോക്കൂല. നിങ്ങൾ പൂർണ്ണമായ ഹിജാബിലാണെങ്കിലേ അവിടെ വഹി ഉണ്ടാവൂ. നിങ്ങൾ ആ വഹി ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരൽപ്പം നിങ്ങളുടെ തലമുടി ഒന്ന് കാണിക്കും. അപ്പൊ അപ്രത്യക്ഷമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, വഹി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഒരൽപ്പം തലമുടി ഇങ്ങനെ കാണിച്ചു. അപ്പോഴേക്കും ഖദീജ പോയല്ലോ എന്ന് പറഞ്ഞു. ഖദീജ, ജിബ്രീൽ തങ്ങൾ പോയല്ലോ, വഹി പോയല്ലോ, മുറിഞ്ഞു പോയല്ലോ, നീ എന്തേ ചെയ്തത്? നബി ഇങ്ങനെ പറഞ്ഞിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ എന്നോട്, ഞാനത് ചെയ്തപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ്. ഇന്നഹു ജിബ്രീലു അലൈഹിസ്സലാം. നോക്കണേ, അത്രമേൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും ഒരു പെണ്ണിൻ്റെ ഔറത്ത് അവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷ്മതയോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ വിസർജ്ജസ്ഥലത്ത് ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോഴോ, ഒരു ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിലായിരിക്കുമ്പോഴോ അള്ളാഹുവിൻ്റെ മലക്കുകൾ നാണം കൊണ്ട് ആ പരിസരത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നാണം അത് അള്ളാഹു അവർക്ക് നൽകിയ ഹയാ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അള്ളാഹു ഹലാലാക്കിയ ഒരു ഭാഗമായതിൻ്റെ പേരിൽ മലക്കുകൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കുക, അതിൻ്റെ ഒന്നും ആവശ്യം അതുകൊണ്ട് ഇല്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷേ മലക്കുകൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റോഡിലൂടെ നമ്മുടെ ശരീരവും, പെണ്ണുങ്ങളാണെങ്കിൽ ഹിമാർ, മുഖമക്കന മറയുന്ന മുഖമക്കനയുള്ള വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ ചെസ്റ്റും മറയണം എന്ന് ഖുർആൻ നിർദ്ദേശിച്ചതാ. ഖുർആന്റെ വ്യക്തമായ ഭാഷാർത്ഥമാണത്. പെണ്ണുങ്ങൾ മുഖമക്കന മറക്കുന്ന വസ്ത്രം കൊണ്ട് അവരുടെ ചെസ്റ്റും മറക്കണം. അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കരുത്, അത് പുറത്തേക്ക് കാണിക്കാനുള്ളതല്ല, അത് അച്ചടക്കമല്ല. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ അങ്ങനെയേ ചെയ്യാവൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. മലക്കുകൾ പോലും ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയം സാന്ദർഭികമെന്നോണം നമ്മൾ ഉദ്ധരിക്കുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ സാന്നിധ്യവും അവർക്ക് അല്ലാഹു നൽകിയ മഹത്വവും അവരുടെ പ്രകാശലോകത്തിൻ്റെ മഹാത്ഭുതങ്ങളും കറാമത്തുകളായി അല്ലാഹു മനുഷ്യൻ അനുഭവിക്കാൻ സാധിപ്പിക്കുന്നതുമൊക്കെ ഇതിൽ നിന്ന് കൂട്ടി വായിക്കുക. അല്ലാഹു നമ്മുടെ ജീവിതം അവനിഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടേതാക്കി തരട്ടെ. മലക്കുകളുടെ ഇബാദത്തിൻ്റെ ലോകവുമായി ഒരാത്മീയ ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മളെയൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ, സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ആബിദീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ പള്ളിയുടെ ജനറേറ്ററിന് 5000 രൂപ മരണപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ സിദ്ദീഖ് സഹോദരൻ, അല്ലാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ. ഉമ്മയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. മകൻ ഉമർ അഫ്താബുദ്ദീൻ ഈ കഴിഞ്ഞ ശവ്വാൽ 28 മരണപ്പെട്ടു. യാ അല്ലാഹ്, അല്ലാഹുവേ ആ മോനെ നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ഉമർ അഫ്താബ് എന്ന് പറയുന്ന മകൻ്റെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. കുടുംബത്തിന് മനസ്സമാധാനം നൽകണേ റബ്ബേ. മാതാപിതാക്കൾ കൂട്ടുകുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. 2 കമ്മല്, സ്വർണ്ണ കമ്മല് നമ്മുടെ ബക്കറ്റിൽ സഹോദരിമാരാരോ ഏൽപ്പിച്ചു. അല്ലാഹുവേ അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. ഒരു സുഹൃത്തിൻ്റെ ഉപ്പ ശവ്വാൽ 25 മരിച്ചതാണ്. അല്ലാഹുവേ ആ ഉപ്പയുടെ ആണ്ടായിരിക്കും ഇതില്ലേ പടച്ചറമ്പുരാനെ. ഉപ്പയുടെ ഖബറിടെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ.
ഹാർട്ടിൻ്റെ അസുഖമുള്ള ഒരാളാണ്, ഷുഗർ ഉണ്ട് എന്ന് പറയുന്നു. അള്ളാഹു നീ ഇവർക്ക് ശിഫ നൽകണേ പടച്ചവനെ. മകന് മക്കളായില്ല, അള്ളാഹുവെ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ പടച്ചവനെ. കളിക്കുമ്പോൾ കണ്ണിലേക്ക് തട്ടി ബേർക്ക ഹാരിസിൻ്റെ മകൻ, കണ്ണിൻ്റെ കാഴ്ച നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ലൈറ്റ് റോക്കറ്റ് കണ്ണിൽ തട്ടിയതാണ്. അള്ളാഹുവെ കുട്ടിക്ക് നീ കണ്ണിൻ്റെ കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണേ പടച്ചവനെ. ശിഫ നൽകണമേ തമ്പുരാനെ. നമ്മുടെ വനിതാ വോളണ്ടിയേഴ്സ് മാഷാ അള്ളാഹ് 4240 സ്വന്തം കയ്യിൽ നിന്നും എടുത്ത പൈസയാണ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി. നമ്മുടെ സഹോദരിമാരുടെ വനിതാ വോളണ്ടിയേഴ്സ്, അള്ളാഹുവെ സഹോദരിമാരെ മറിയം റളിയല്ലാഹു അൻഹയോടൊപ്പം, ഫാത്തിമ ബീവിയോടൊപ്പം, ആസിയ റളിയല്ലാഹു അൻഹയോടൊപ്പം, ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന നല്ല വനിതകളിൽ മഹദികളിൽ ഉൾപ്പെടുത്തണേ റബ്ബെ. അവരുടെ കുടുംബത്തിൽ, മക്കളിൽ, അവർ ചെയ്യുന്ന ത്യാഗങ്ങളിൽ, ജോലികളിൽ, അവരുടെ ഏർപ്പാടുകളിൽ, വീടുകളിലൊക്കെ അള്ളാഹു നീ നിൻ്റെ അനുഗ്രഹവും നിൻ്റെ റഹ്മത്തും വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. ഇവിടെ ബക്കറ്റിലൊക്കെ ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ആളുകളാണ് നിങ്ങളൊക്കെ. അള്ളാഹുവിന് എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിന് അത് വലുതാക്കാൻ കഴിയും. എത്ര കുറവാണെങ്കിലും അതിനെ കൂട്ടിത്തരാനും അള്ളാഹുവിന് കഴിയും. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച എല്ലാവരെയും അള്ളാഹു നീ സഹായിക്കണേ റബ്ബെ. സഹായിക്കാൻ ഒന്നും കയ്യിലില്ലാതെ, പടച്ചോനിൻ്റെ അടുത്ത് ഒന്നുമില്ല റബ്ബെ, ഒരു ബക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല റബ്ബെ, ഞാനുണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നല്ലോ എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്ത മുഴുവൻ പാവപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു നീ അതിൻ്റെ കൂലി കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ, ഈ പരിപാടി സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ നിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട്, ദുആ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ റബ്ബേ, നന്മ നൽകണേ റബ്ബേ, വിജയം നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്തതികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും റബ്ബേ നിൻ്റെ മഗ്ഫിറത്തും നിൻ്റെ മർഹമത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ദുആ വസിയത്തുകൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. അവരോരോരുത്തരുടെയും അപേക്ഷ എഴുതി വായിക്കാതെ തന്നെ അറിയുന്ന റബ്ബേ, ഈ സമയം നിന്നിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഹലാലായ മുറാദുകൾ എന്തൊക്കെയാണോ റബ്ബേ, ഞങ്ങൾക്കും ഇതുപോലെ പരിപാടി ലൈവ് വീക്ഷിക്കുന്ന ആളുകൾ, പിന്നീട് വീക്ഷിക്കുന്നവർ, ഈ പരിസരത്തുള്ളവർ, ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച് വരാൻ കഴിയാത്തവർ, അല്ലാഹുവേ എല്ലാവർക്കും സാധ്യമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സുകളിൽ ഞങ്ങൾ വിഷമിക്കുന്ന ഞങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്നറിയുന്ന റബ്ബേ, ആ വിഷമങ്ങളെല്ലാം ഞങ്ങൾക്ക് പരിഹരിക്കണേ തമ്പുരാനെ, പരിഹരിക്കണേ തമ്പുരാനെ. കാരുണ്യവാനെ, ഞങ്ങളുടെ കടങ്ങൾ വിടാനുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. കടം കുമിഞ്ഞു കൂടുകയാണ് റബ്ബേ, ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് റഹ്മാനെ. അതെല്ലാം നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. ദുആ വസിയത്തുകൾ ചെയ്ത രോഗികളുണ്ടല്ലാ, രോഗികൾക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ.